വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നാണ് കഴിഞ്ഞ രാത്രി നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞത് യേശു സഭയിൽ വന്നിട്ട് സഭയെ പരിശോധിക്കുകയാണ്. സഭ എന്ന ഈ സമൂഹം, യേശുക്രിസ്തുവിൻ്റെ സഭ, ഒരു ദിവസം ദൈവമുമ്പാകെ നിൽക്കേണ്ടതാണ്. അതുപോലെ കുഞ്ഞാടിൻ്റെ കാന്ത എന്ന നിലയിൽ കൊണ്ടു നിർത്തേണ്ടതാണ്. അവിടെ കൊണ്ടു നിർത്തുമ്പോൾ യേശുക്രിസ്തുവിന് നല്ല അന്തസ്സ് തോന്നത്തക്കവണ്ണം ഇതിനെ കൊണ്ടു നിർത്താൻ വേണ്ടി അതിലെ എല്ലാ അപൂർണതകളെയും നീക്കി പൂർണ്ണതപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള പരിശോധനകൾ, അതിനുള്ള വഴികൾ, ഇതൊക്കെയാണ് ഈ 2 അധ്യായങ്ങളിലെ വിഷയം എന്ന് നമ്മൾ പറഞ്ഞു. അതിലൊന്നാമത്തെ സഭയുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഓർക്കണം, ഇത് അന്ന് നിലവിലിരുന്ന 7 പട്ടണങ്ങളിൽ ഉണ്ടായിരുന്ന സഭകളാണ്. പട്ടണങ്ങളുടെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സഭയ്ക്ക് ആ പേര് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. 2ാമത്തെ സഭയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാ ദൂതുകൾക്കും ഒരു 7 ഭാഗമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഓർമ്മയുണ്ടോ എന്തൊക്കെയാണ് സഭകളുടെ ദൂതിൻ്റെ ഭാഗം എന്ന് നമ്മൾ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? എല്ലാ ദൂതുകൾക്കും അടിസ്ഥാനപരമായി 7 ഭാഗമുണ്ട് എന്ന് പറഞ്ഞത് ഒന്ന് പറയാമോ? എന്താണ്? റൈറ്റ്, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, അതാണ് ഒന്നാമത്തെ കാര്യം. ഓരോ സഭയിലും ഓരോ തരത്തിലാണ് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. അതാത് സഭകളുടെ നിലയനുസരിച്ച്, അവസ്ഥയനുസരിച്ചാണ് പ്രത്യക്ഷത. 2ാമത്തെ കാര്യം, പക്ഷെ പറഞ്ഞ ഉടനെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഞാൻ അറിയുന്നു. പിന്നെ 3ാമത്തെ കാര്യം, റൈറ്റ്, അവരെ കുറിച്ചുള്ള ഒരു അഭിനന്ദനമാണ്. 4ാമത്തെ കാര്യം, അഭിനന്ദനം കഴിഞ്ഞാൽ അവരുടെ കുറ്റം പറയും. ഓക്കെ, ദ കമൻഡേഷൻ ആൻഡ് ദ കോണ്ടംനേഷൻ, അവരുടെ കുറ്റം. അത് കഴിഞ്ഞിട്ട് നേരിട്ടങ്ങ് കുറ്റം പറഞ്ഞു വെച്ച ഉടനെ വാക്തത്വം പറയാൻ പറ്റത്തില്ലല്ലോ. അവർക്കുള്ള നിർദ്ദേശങ്ങൾ, പ്രബോധനം, ദി എക്സോട്ടേഷൻ, എങ്ങനെയാണ് അവരത് കറക്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് വാക്തത്വം, ജയിക്കുന്നവന് വാക്തത്വം കൊടുക്കും. അത് 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം, ഒരു പ്രസ്താവനയുണ്ടല്ലോ, എല്ലാ സഭകളോടും പറയുന്ന പ്രസ്താവന, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് 7 ഭാഗമാണ് എല്ലാ ദൂതുകൾക്കും ഉള്ളത്. ചില ദൂതിന് ഏതെങ്കിലും ഒന്നിൽ കുറവുണ്ട്, അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ 1ാമത്തെ നമ്മൾ കഴിഞ്ഞു. അടുത്തത് സ്മുർന്നയിലെ സഭയാണ്. അതൊരു പട്ടണമായിരുന്നു, അന്ന് നിലവിലിരുന്ന ഒരു പട്ടണമാണ്. ആ പട്ടണത്തിൽ ഒരു സഭയുണ്ടായിരുന്നു. ആ സഭയോടുള്ള ദൂത് പറയുകയാണ്. നമ്മൾ ഈ ക്രമത്തിലാണ് ഇപ്പോൾ വേഗം പരിശോധിക്കാൻ പോകുന്നത്. ഈ 7 പാർട്സ്, ഓരോന്നോരോന്നും. എങ്ങനെയാണ് ആ സഭയിൽ യേശു വരുന്നത് എന്ന് നോക്കുക. സ്മുർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. ആ സഭയിൽ കടന്നു വന്നിട്ട് പറയുന്നത്, ആദ്യത്തെ പ്രത്യക്ഷത എങ്ങനെയാണ്? മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. ഈ പ്രയോഗങ്ങൾ പലതും 1-ാം അധ്യായത്തിലോ മറ്റോ നമ്മൾ കണ്ട പ്രയോഗങ്ങളാണ്. യേശുവിന്റെ പ്രത്യക്ഷത ദീർഘമായിട്ട് 1-ാം അധ്യായത്തിൽ കണ്ടതാണ്. അപ്പൊ അതിന്റെ ഓരോരോ ഭാഗമാണ് ഓരോ സഭയിൽ കാണുന്നത്. തീർത്തും പുതിയതല്ലത്, നേരത്തെ ഉള്ള ആ മൊത്തം പ്രത്യക്ഷതകളുടെ ഒരംശം. അപ്പൊ അവിടെ പറഞ്ഞായിരുന്നല്ലോ, 1-ാം അധ്യായത്തിൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇത് എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ സിഗ്നേച്ചർ ഇട്ടല്ലേ തുടങ്ങിയത്. അവിടെ പറഞ്ഞത്, ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമത്തവനും ഒടുക്കത്തവനും ആകുന്നു എന്ന് പറഞ്ഞല്ലേ പറഞ്ഞത്. അതെ, ആ പ്രയോഗം തന്നെ. അപ്പൊ അവരുടെ പ്രത്യേക നിലയിൽ പറഞ്ഞിരിക്കുന്നത്, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്ത്. അങ്ങനെയുള്ള കാര്യം പറയാൻ പ്രത്യേക സാഹചര്യമുണ്ട്. അത് താഴോട്ട് വരുമ്പോൾ നോക്കാം. 9-ാം വാക്യം, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനാകുന്നു താനും. തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. കണ്ടില്ലേ, അറിയുന്നു. ആ സ്റ്റേറ്റ്മെന്റ് അവിടെയുണ്ട്, ഞാൻ അറിയുന്നു. എന്നിട്ട് അവരുടെ സ്ഥിതി എന്താണെന്ന് പറയുകയാണ്. എന്താണ്? നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, ഹൈഫൺ ഇട്ടിട്ട് പറയാണ്, എന്നാലും നീ ധനവാനാണ്. തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. അപ്പൊ ആ സ്ഥിതി, ആ സഭയുടെ നിലയെന്ന് പറയുന്നത്
ഭയങ്കര കഷ്ടതയിൽ കൂടെ പോകുന്നൊരു സഭയാണ്, ദാരിദ്ര്യത്തിൽ കൂടെ പോകുന്നൊരു സഭയാണ്. ഇത് പറയുമ്പോൾ അവരെല്ലാവരും ഒന്നും ഇല്ലാത്തവരായിരുന്നു എന്നാണ് അർത്ഥം എന്ന് ധരിക്കേണ്ടതില്ല. ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞു, അക്കാലത്ത് ഈ ക്രിസ്തീയ സമൂഹം യേശുക്രിസ്തുവിന്റെ കൂടെ പോയ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിയമത്തിന്റെ സുരക്ഷിതത്വത്തിന് പുറത്തായിരുന്നു. ഈ മതം അംഗീകരിക്കപ്പെട്ട മതമായിരുന്നില്ല. ബാക്കി മതങ്ങൾക്ക് പലതിനും അംഗീകാരമുണ്ട്, യഹൂദ മതം അംഗീകരിക്കപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഈവൻ സ്വന്തമായ ഒരു കോടതി വരെ അനുവദിച്ചിരുന്നു. അവരുടെ ആളുകളെ വിസ്തരിക്കാനും ശിക്ഷ നടപ്പാക്കാനും അവരുടെ മതത്തിന് തന്നെ അനുവാദം റോമൻ സർക്കാർ കൊടുത്തിരുന്നു. കൊല്ലാൻ മാത്രം അധികാരം ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ ശിക്ഷകളും നടപ്പാക്കാനുള്ള അധികാരത്തോടുകൂടെ കോടതി വരെ നൽകിയിരുന്നെങ്കിലും തന്നെയല്ല, അവരുടെ ശബത്ത് ദിവസം ജോലിക്ക് ഒരു സർക്കാരും വിളിക്കുമായിരുന്നില്ല. എല്ലായിടത്തുടെയും അവധി ദിവസം അതല്ലെങ്കിലും അവരുടെ ആരാധന ദിവസം ശനിയാഴ്ചയായിരുന്നു എന്നുള്ളത് കൊണ്ട്, ശബത്ത് ദിവസമായിരുന്നുള്ളതുകൊണ്ട് അവർക്ക് ആ ദിവസം ഒഴിവ് കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ കുറെ പ്രിവിലേജസ് ഈ യഹൂദ സഭയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും ക്രിസ്തീയ സഭയ്ക്ക് ഒരു പ്രിവിലേജും ഉണ്ടായിരുന്നില്ല. അവർക്കുള്ള വസ്തു ആർക്കെങ്കിലും അപഹരിക്കണമെങ്കിൽ ചുമ്മാ വിളിച്ചു ഊയിക്കൊണ്ടെങ്കിൽ എന്ന് കൈവശപ്പെടുത്തിയാൽ മതി. ആളെ അടിച്ചു പുറത്താക്കുക, കൈവശപ്പെടുത്തുക. പോലീസ് അവരുടെ കേസ് എടുക്കില്ല, കോടതി അവരുടെ കേസ് എടുക്കില്ല. അപ്പൊ അങ്ങനെ എബ്രായ ലേഖനം പറയുന്നത് പോലെ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ച ഒരു കൂട്ടം ആളുകൾ, കണ്ടമാനം ഉപദ്രവിക്കപ്പെട്ടവർ. അപ്പൊ അവരോട് പറയാണ്, നിന്റെ കഷ്ടത എനിക്കറിയാം, നിന്റെ ദാരിദ്ര്യവും എനിക്കറിയാം. ദാരിദ്ര്യം എന്നുള്ളതിന് അവിടെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന നല്ല കട്ടിയുള്ളൊരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ വിശപ്പനുഭവിച്ചാൽ ഈ വയറിന്റെ മാംസപേശികൾക്ക് നല്ല പിടിച്ചൊരു വലി വലിക്കുമല്ലോ, നല്ല പോലെ വിഷം കിട്ടില്ലേ? വിശക്കുമ്പോഴേ നല്ല പോലെ പിടിച്ചൊരു വലി വലിക്കുന്നു തോന്നിട്ടില്ലേ? ഭയങ്കര പോവർട്ടി, ഇവർക്ക് ആഹാരം കഴിക്കാൻ തീരെയില്ലാത്തൊരു സ്ഥിതി എത്തി. വല്ലാത്ത കഷ്ടത്തിലും ദാരിദ്ര്യത്തിലും എത്തി. കാരണം സമ്പത്തുകൾ വല്ലവരും അപഹരിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിക്ക് അവരുടെ കഷ്ടതയും ദാരിദ്ര്യവും ദൈവം പറയാണ്, ഞാൻ അറിയും. അതൊരു വലിയ കാര്യമാണ്. അതിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്, സാരമില്ല, ഞാൻ മരിച്ചവനായിരുന്നു, എന്നെ ലോകം കൊന്നതാണ്, കഷ്ടത എന്താണെന്ന് എനിക്കറിയാം, ഉപദ്രവം എന്താണെന്ന് എനിക്കറിയാം, മരണം എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ അതിൻ്റെ മുൻപാകെ കീഴടങ്ങിയവനല്ല ഞാൻ. മരണത്തെ ജയിച്ച് എഴുന്നേറ്റ് വന്നവനാണ്, സകല കഷ്ടത്തെയും ജയിച്ചവനാണ്. അതുകൊണ്ട് പേടിക്കണ്ട. കഷ്ടതയുണ്ടെന്നിരിക്കട്ടെ, പട്ടിണിയുണ്ടെന്നിരിക്കട്ടെ, കേൾക്കൂ, ദൈവം പറയുകയാണ്, നിങ്ങളുടെ ഈ വയറൊന്ന് വിശന്നാൽ അത് ദൈവത്തിനറിയാം. നിങ്ങൾക്കൊരു നേരം വയറൊന്ന് വിശന്നാൽ, അല്ല ബുദ്ധിമുട്ടുകളുടെ കാലം ഉണ്ടായി, ചിലപ്പോൾ 2 ദിവസം ആഹാരം ഇല്ലാതെ വന്നാൽ അന്തസ്സുള്ള നിങ്ങൾ ആരോടും പറയില്ല, അത് വേറെ ആരും അറിഞ്ഞൊന്നും വരില്ല. പക്ഷെ ഒരു നേരം നിങ്ങളുടെ ഈ വയറിന്റെ മാംസപേശികൾ പിടിച്ചൊന്ന് വലിച്ച് ഒന്ന് വേദനപ്പെട്ടാൽ അതുപോലും അറിയുന്ന ഒരുത്തൻ ദൈവത്തിന്റെ ജനത്തിന് ഉണ്ട്. അവനറിയാത്ത ഒറ്റ കാര്യം ഉണ്ടാവില്ല. ആമേൻ. എന്നിട്ട് പറയാണ്, എന്നിട്ടും പറയാണ്, നിങ്ങൾ ധനവാനാകുന്നു താനും. ഹൈഫൻ ഇട്ടിട്ട് പറയാണ്, നീ ധനവാനാകുന്നു താനും എന്ന് പറഞ്ഞാൽ വെച്ചോണ്ട് തിന്നാതിരിക്കുന്നു എന്നല്ല എന്റെ അർത്ഥം. അക്ഷരാർത്ഥത്തിൽ കഴിക്കാൻ ആഹാരമില്ല, കഷ്ടതയുണ്ട്. പക്ഷേ അത് ദൈവത്തിന്റെ ആ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഒരു ആന്തരിക സ്ഥിതി നോക്കിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. നിന്റെ ഈ വയറ് വിശക്കുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇന്ന് നേരം പുലർത്തെഴുന്നേറ്റപ്പോഴും നീ സമൃദ്ധിയായി ആത്മീയാഹാരം കഴിച്ചു. നീ ഇന്ന് എന്റെ കൃപ അനുഭവിച്ചു, എന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വന്നു, എന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപകൾ നീ കൈക്കൊണ്ടു. ബാഹ്യമായി നിനക്ക് ഈ തകർച്ചയുണ്ടെങ്കിലും ആത്മാവിൽ നീ സമ്പന്നനാണ് എന്ന് പറയുന്നൊരു സ്ഥിതിയാണ് ഈ സഭയ്ക്കുള്ളത്. എന്നാൽ എല്ലാവർക്കും ആ സ്ഥിതി ഇല്ല. വേറൊരു സഭയെക്കുറിച്ച് നേരെ മറിച്ചാണ് പറയുന്നത്. ഇഷ്ടം പോലെ തിന്നാനുണ്ട്, കാശുണ്ട്, പക്ഷേ നീ ദരിദ്രനാണ്, നീ അരിഷ്ടനാണ് എന്ന് പറയുന്ന വേറൊരു കൂട്ടരുണ്ട്. പുറത്തുള്ള സമ്പത്തിന് വിലയില്ലെന്നല്ല, നമുക്ക് ആവശ്യത്തിന് പണം വേണം, നമുക്ക് ആഹാരം വേണം. ഇതെല്ലാം സത്യമായിരിക്കുമ്പോ തന്നെ എത്ര തിന്ന് തടിച്ചു കൊഴിപ്പിച്ചാലും അകത്ത മനുഷ്യൻ ആഹാരം കിട്ടിയില്ലെങ്കിൽ അത് പരിതാപകരമായ ഒരു സ്ഥിതിയാണ്. ഇവർക്ക് ജീവിതത്തിന്റെ തകർച്ചകളുടെ നടുവിലും ദൈവം സർട്ടിഫൈ ചെയ്ത് പറയുന്നു, നിന്റെ ബാഹ്യ ജീവിതത്തിന് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശരിയാണ് എന്ന് ദൈവം സർട്ടിഫൈ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നിട്ട് പറയുകയാണ്,
തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും ഞാൻ അറിയുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ പറയുന്നവർ യഹൂദന്മാരാണെന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് യഹൂദൻ എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ എന്നതിന്റെ ഒരു പര്യായമാണ് യഹൂദൻ. അവരാണ് ദൈവത്തോട് ഏറ്റവും അടുത്ത ആളുകൾ. അവരെയാണ് ദൈവജനം എന്ന് വിളിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകളെ എല്ലാം അവർ വിളിച്ചിരുന്നത് ജാതികളെന്നാണ്. പാതാളത്തിൽ പോകാൻ റെഡിയായിരിക്കുന്ന ആളുകൾ. ഇവരെ പേരിന് യഹൂദരാണ്, പക്ഷേ സാക്ഷാൽ യഹൂദരല്ല. സാക്ഷാൽ യഹൂദനായവൻ, റോമാലേഖനം വിളിച്ചു പറയും, പുറമേ യഹൂദനായവൻ യഹൂദനല്ല. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യമാണ്. പുറമേ യഹൂദനായവൻ യഹൂദനല്ല. പുറമേ യഹൂദനായി തീരാൻ വേണ്ടി ഏൽക്കുന്ന ശരീരത്തിലെ പരിച്ഛേദന അസൽ പരിച്ഛേദനയുമല്ല. യഹൂദൻ എന്ന് പറയണമെങ്കിൽ അകമേ യഹൂദനായവനത്രേ യഹൂദൻ. ദൈവത്തിന്റെ ജനം എന്നുള്ളത് ഒരു പേരല്ല, ഒരു മതമല്ല, ഒരു സഭയല്ല. അതൊരു അനുഭവമാണ്. ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പി ലേഖനത്തിൽ പറയുമല്ലോ, നാമല്ലോ സാക്ഷാൽ യഹൂദൻ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ, ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുന്നവർ, അങ്ങനെ ആത്മാവിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് സത്യവിശ്വാസികൾ. ഇവരെ കുറിച്ച് പറയുന്നു, ദൈവത്തിന്റെ ആളുകൾ എന്ന് പറയുന്നെങ്കിലും ചുമ്മാ ആണ് പറച്ചില്. പേരുണ്ടവർക്ക്, മതമുണ്ടവർക്ക്, അവർക്ക്. പക്ഷെ അവരാരാണെന്നറിയാമോ? അവരെ കുറിച്ച് പറഞ്ഞത് സാത്താന്റെ പള്ളിക്കാർ. സാത്താന്റെ പള്ളിക്കാർ എന്ന ഇന്നത്തെ പ്രയോഗത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് സാത്താന്റെ പള്ളി എന്ന് പറഞ്ഞ പള്ളിയുണ്ട്. ഓഫ് കോഴ്സ് അവർ സാത്താന്റെ പള്ളി എന്നായിരിക്കില്ല പറയുന്നത്, അവർക്കതിന് വേറെ പേരുകളുണ്ട്. എങ്കിലും പൊതുവെ സൈറ്റൻസ് ചേർച്ച് എന്നും പറഞ്ഞ സഭ ഇന്ന് ലോകത്തിൽ ഏറെക്കുറെ എല്ലായിടത്തുമുണ്ട്. കോഴിക്കോട്ടും കണ്ടേക്കും, ഏറെക്കുറെ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒഫീഷ്യലി സാത്താന്റെ പള്ളി എന്നും പറഞ്ഞ് പള്ളിയുന്നുണ്ട്. സാത്താനെ സേവിക്കുന്നവർ, സാത്താൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തങ്ങളെ തന്നെ വിറ്റ് കളഞ്ഞവർ, അങ്ങനെ ഒരു സമൂഹം ഉണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന അതല്ല. അന്നത്തെ കാലത്ത് അങ്ങനെ അങ്ങ് പ്രൊഫഷണലി ഇറങ്ങിത്തിരിച്ചവരായിരുന്നില്ല. എങ്കിലും സാത്താന്റെ പള്ളിക്കാർ എല്ലാ കാലത്തും ഉണ്ട്. ആ പുള്ളിക്ക് എല്ലാ കാലത്തും ആളുണ്ട്. നമ്മുടെ വലിയ പൂപ്പനെ പിടിച്ചാണ്. അദ്ദേഹത്തിന്റെ കാലം തൊട്ട് ഇയാൾക്ക് സ്ഥിരം ആളുണ്ട്. ഇവരെ കുറിച്ച് പറയുന്നറിയോ? ദൈവമക്കളെന്ന് പേര് പറയുന്നെങ്കിലും പിശാചിന് ഇഷ്ടം ചെയ്യുന്നവർ. അവർ വിശുദ്ധ വചനപ്രകാരം അല്ല ജീവിക്കുന്നത്. അതിനനുസരിച്ച് തുലനം ചെയ്യാറില്ല. ഇതവർക്ക് കേവലം മതമാണ്. സാത്താന്റെ അവർ ദൈവത്തിന്റെ ആളുകളെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവർ. അവരെന്താ ചെയ്യുന്നത്? ദൈവജനത്തെ ദൂഷിക്കുന്നു. അവിടെ പറയുന്ന ആ ദൂഷണവും ഞാൻ അറിയുന്നു. സാധാരണഗതിയിൽ എല്ലാ ദൂഷണമൊന്നും ആളുകൾ നേരെ കേൾക്കുകയല്ല പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഇന്നത്തെ നമ്മുടെ സ്ഥിതിയൊക്കെ നോക്കൂ. നമ്മളെക്കുറിച്ച് വല്ലതും പറയുന്നത് നമ്മളെ കേൾക്കുകയാണോ? നമ്മളെക്കുറിച്ച് മോശം പറയുന്നത് നമ്മളെ കേൾക്കാനല്ല പറയുന്നത്. നമ്മൾ കേൾക്കാതെ എവിടെങ്കിലും ഇരുന്നുകൊണ്ടാണ് മിക്കപ്പോഴും ദൂഷണം പറയുന്നത്. ഇവരുടെ ദൈവം പറയുകയാണ്, അതും ഞാൻ അറിയുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപം നിങ്ങൾ കേട്ടിട്ടില്ലാത്തപ്പോഴും, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തപ്പോഴും ദൈവം പറയുന്നു, നിന്നെക്കുറിച്ച് ആരെങ്കിലും ഒരു പരിഹാസമായ ഒരു വാക്ക് പറഞ്ഞാൽ അതുപോലും ദൈവം അറിയും. കൊള്ളില്ലേ? ദൈവത്തെ സേവിക്കാൻ കൊള്ളില്ലേ? നീ കേട്ടാൽ നെഞ്ചുവേദന ഉണ്ടാവും. പക്ഷേ നീ കേൾക്കാതെ തന്നെ നിന്നെക്കുറിച്ച് പറയുന്ന ഓരോ ദൂഷണവും അറിയുന്ന ഒരു ദൈവം. ആമേൻ. ഗോ ഹെഡ്. ബാക്കി നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. റൈറ്റ്. എന്നിട്ട് പറയാണ്, ഇങ്ങനൊക്കെ ഉണ്ടെങ്കിലും തീർന്നില്ല. ഇനിയും കുറച്ചു കാലം കൂടി നിനക്ക് കഷ്ടമുണ്ട്. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. പിന്നെ നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. ഓക്കെ. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. കണ്ടില്ലേ? പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്ന് പറഞ്ഞാൽ മരണവും സംഭവിച്ചേക്കാം എന്നല്ലേ എന്റെ അർത്ഥം? അവരുടെ കഷ്ടം തീർന്നില്ല. ഇതൊരു മേജർ പ്രോബ്ലമാണ്. ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഭയങ്കര അത്യുന്നത ദൈവത്തെ സേവിക്കുന്നു. ആകാശത്തിനും ഭൂമിക്കും നാഥനായവനെ സേവിക്കുന്നു. അവിടുന്നാണ് വിളിച്ചു പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
അപ്പൊ മനുഷ്യരുടെ ഒരു ചിന്ത, അത്ര വലിയ ക്രിസ്തുവിനെ സേവിക്കുമ്പോ നമ്മൾ വരുന്ന കഷ്ടം അനുഭവിക്കുന്നത്. ദൈവം വലിയ ആളല്ലേ, ഏത് കഷ്ടത്തെയും ഒറ്റ വാക്ക് പറഞ്ഞ് അങ്ങ് മാറ്റിക്കളയാൻ ദൈവത്തിന് അധികാരമില്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്ന അങ്ങനല്ലേ? നമ്മൾ ഇങ്ങോട്ട് പോകണം, എല്ലാ വഴിയും ദൈവം അങ്ങോട്ട് തുറന്നിട്ട് തരണം, അങ്ങനെ ജയത്തിൽ അങ്ങ് കുതിച്ചങ്ങ് മുമ്പോട്ട് പോകണം, ഒരു പ്രശ്നമില്ലാത്തൊരു ജീവിതമായിരിക്കണം. അങ്ങനെയാണ് ആളുകളുടെ പൊതുവെയുള്ള ചിന്ത. തന്നെയല്ല, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സുവിശേഷ പ്രസംഗങ്ങൾ കേട്ടാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കെയർ ഫ്രീ ലൈഫ്, ഒരു പ്രശ്നമില്ലാത്ത സുഖകരമായൊരു ജീവിതം. കാശ് വേണോ? ഓടിവാ ദൈവത്തിന്റെ അടുക്കൽ, ഇഷ്ടം പോലെ കാശ് തരും. കടമുണ്ടോ? ഓടിവാ, എല്ലാ കടവും ദൈവം തീർത്തു തരും. പിള്ളേരുടെ തലമണ്ട കുറവാണോ? ഓടിവാ, ദൈവം ഒട്ടനെ അതെല്ലാം കൂടെ വീർപ്പിച്ച് വലിയതാക്കി പിള്ളേരെ എല്ലാം എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ് ആക്കി തരും. അങ്ങനെ ഒരു വലിയ വലിയ വിളിയാണ് പൊതുവെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലോകത്തിലുള്ളത്. ഓഫ് കോഴ്സ് ദൈവം സകലത്തിനും മതിയായവൻ എന്നതിന് ഒരു സംശയവുമില്ല. രോഗമുണ്ടോ? യേശുവിന് ഒറ്റ വാക്കുകൊണ്ട് സൗഖ്യമാക്കുവാൻ കഴിയും. കടമുണ്ടോ? നീക്കിത്തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. എല്ലാം ശരിയാണ്. പക്ഷേ അതൊരു പ്രശ്നമില്ലാത്തൊരു ജീവിതമാണ് എന്ന് ധരിക്കരുത്. നമുക്കൊരു കോൺഫ്ലിക്റ്റിംഗ് ഒരു ഇഷ്യൂ ആണെങ്കിൽ പോലും, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായി തലമണ്ടയ്ക്ക് ഗ്രഹിക്കാൻ പാടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ അറിയണം, ആത്മജീവിതത്തിൽ കഷ്ടമുണ്ട്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം. ആർക്കും കഷ്ടമെന്ന വാക്ക് ഇഷ്ടമല്ല, ഒരു മനുഷ്യർക്കും ഇഷ്ടമല്ല. കഷ്ടതയില്ലാതെ ജീവിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. യേശുവിൻ ശിഷ്യന്മാരേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഒരു സമയത്ത് വലിയ വലിയ കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് വലിയ വലിയ വാക്ക് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവാണ്, എന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാം കൂടെ പിടിച്ച് അവരെന്നെ പിടിക്കും, അവരെന്നെ കൊല്ലും, ഞാൻ മരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പത്രോസിനെ സഹിച്ചില്ല. പത്രോസ് വളരെ പ്രൈവറ്റ് ആയിട്ട് യേശുവിനെ വിളിച്ചുകൊണ്ട് പോയി പറഞ്ഞു, കർത്താവ് എന്തോന്നാ നീ പറയുന്നത്? അങ്ങനൊന്നും പറയരുത്, നീ മരിക്കാൻ പാടില്ല, ഒരു കാരണവശാലും നീ മരിക്കാൻ പാടില്ല, അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കർശനമായിട്ട് യേശുവിന് താക്കീത് കൊടുത്തു. അപ്പൊ പറയാണ്, ഞാൻ കഷ്ടം അനുഭവിക്കുമെന്ന് മാത്രമല്ല, ആരെങ്കിലും ഒരുത്തൻ, അങ്ങനല്ലേ 16:24, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, നിനക്കും ഇത് തന്നെ സ്ഥിതി, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. ബാക്കി, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. റൈറ്റ്. അപ്പൊ യേശു പറഞ്ഞത്, എന്റെ കൂടെ വരുന്ന ആർക്കും കഷ്ടമുണ്ട്, കഷ്ടമില്ല. അങ്ങനെ ഒരു സുഖകരമായ ജീവിതത്തിന് വേണ്ടി എന്റെ കൂടെ ആരും വരണ്ട. നിനക്ക് എന്റെ കൂടെ വരണമെങ്കിൽ ഇത് സ്ഥിതി, ആർക്ക് വരണമെങ്കിൽ ഇത് തന്നെ സ്ഥിതി. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നി, എന്നാ പിന്നെ പോകണ്ടെന്ന് തോന്നും. അങ്ങനെ കഷ്ടമാണെങ്കിൽ പോകണ്ടെന്ന് അല്ലേ? നിങ്ങൾക്കിപ്പം ലോകത്തിൽ യേശുവിനെ അനുഗമിക്കുന്നവർക്ക് മാത്രമേ കഷ്ടമുള്ളൂ, അല്ലാത്തവർക്ക് കഷ്ടമില്ലേ? മനുഷ്യന് സോക്കേടുണ്ടോന്ന് എവിടെട്ടെങ്കിലും തിരിഞ്ഞു നോക്കണം. സോക്കേടില്ലാത്ത മനുഷ്യനെവിടെ? എല്ലാവർക്കും സോക്കേടില്ലേ? എല്ലാ കഷ്ടങ്ങളും ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും ഇല്ലേ? എന്നാൽ ദൈവത്തിന്റെ ജനത്തിനുള്ള പ്രത്യേകത എന്താണെന്നറിയാം? കഷ്ടമുണ്ടെങ്കിലും ഏത് രോഗത്തെയും സൗഖ്യമാക്കാൻ, ഞാൻ പറഞ്ഞ അത്ഭുത രോഗസൗഖ്യം, ഈവൻ മരുന്നില്ലാതെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. അങ്ങനെ മരുന്നില്ലാതെ അത്ഭുത രോഗസൗഖ്യം കിട്ടിയവർ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടോ? ഉണ്ടോ? കുറച്ച് പേര്. അത്ഭുത രോഗസൗഖ്യം ഒരു മരുന്നും ഇല്ലാതെ അത്ഭുതകരമായ സൗഖ്യമാക്കിയ ആളുകൾ ഇരിപ്പുണ്ട് അതിനകത്ത്. ഇവിടെ കുറച്ച് പേരെ ഞാൻ കണ്ടു. ഈ ലൈറ്റ് എന്റെ കണ്ണിലോട്ട് അടിക്കുന്നുണ്ട്, എല്ലാം കാണാൻ മേല. ഇവിടെ കണ്ടില്ലേ? അത്ഭുത രോഗശാന്തി ഉണ്ട് ദൈവത്തിന്റെ പക്കൽ. സ്തോത്രം. ഇനിയും മരുന്ന് ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും സുഖം ദൈവം തന്നില്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് മരുന്നില്ലാതെ തന്നെ നേരിട്ട് യേശുവിനെ അതിശയകരമായി സൗഖ്യമാക്കുവാൻ കഴിയും. കഷ്ടം വന്നാൽ വിടുവിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ബാക്കിയുള്ളവർക്ക് അതിന് നാച്ചുറൽ കോഴ്സസിനെ ആശ്രയിക്കണം, അല്ലാതെ ഉണ്ടാവില്ല. എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര സമയത്ത് ആളുകൾ പറയും, സോറി, ഇത്ര എന്നെ കൊണ്ട് പറ്റുള്ളൂ. ജീവിതത്തിൽ എന്തുമാത്രം ആത്മഹത്യ ലോകത്തിൽ നടക്കുന്നു, എന്ത് തകർച്ചകൾ കിടക്കുന്നു, എന്ത് കുടുംബങ്ങൾ സങ്കടത്തിലും ഭയങ്കര കഷ്ടത്തിലുമാണ്. ഉല്ലാസത്തിൽ ജീവിക്കുന്ന എത്ര കുടുംബങ്ങളെ നിങ്ങൾക്ക് ഭൂമിയിൽ കാണിച്ചു തരാം. ഇത് ഭൂമിയുടെ മുഴുവൻ സ്ഥിതിയാണ്. എന്നാൽ ദൈവത്തിന്റെ ജനത്തിന് ഈ മുഴുവൻ കഷ്ടങ്ങളിലും ഉദ്ധാരണമുണ്ട്. ദൈവജനത്തിന്റെ കഷ്ടം എന്ന് പറഞ്ഞാൽ വേണ്ട വിധത്തിൽ ആഹാരമില്ല എന്നുള്ളതല്ല. ആഹാരം ഇല്ലാത്ത സ്ഥാനത്ത് ആഹാരം ഉണ്ടാക്കാൻ ദൈവത്തിന്
സാധിക്കും. ദൈവം അത്ഭുതകരമായി തന്റെ ജനത്തെ പുലർത്തും. കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഭയങ്കര അത്ഭുതകരമായി ദൈവം തന്റെ ജനത്തിന് കൊടുക്കും, വഴി നടത്തും. അത് ദൈവത്തിന്റെ പരിപാടിയാണ്, ദൈവം ചെയ്യുകയും ചെയ്യും. വചനം പറയുന്നില്ലേ, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർ ഒരു നന്മയ്ക്കും കുറവുണ്ടാവില്ല. അത്രയും കഷ്ടങ്ങളല്ല നമ്മൾ അനുഭവിക്കണമെന്ന് ദൈവം പറയുന്നത്. അതെല്ലാം യേശുക്രിസ്തുവിൻ നാമത്തിൽ അപ്പോൾ തന്നെ വിടുതലും സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ ദൈവജനത്തിന് ദൈവത്തെ പിൻപറ്റുന്നതിനാൽ വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. മത്തായി സുവിശേഷം 10-ാം അധ്യായം വായിച്ചു നോക്കിയാൽ 12 ശിഷ്യന്മാരെ പറഞ്ഞു വിടുകയാണ്. ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോ അവരോട് പറയുകയാണ്, നിങ്ങൾ പോകുമ്പോ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കണം, പക്ഷേ നിങ്ങളെ വീട്ടുകാരെ എതിർക്കും, വീട്ടുകാരിതിന് സമ്മതിക്കാതെ വരും, അവർ നിങ്ങൾക്കെതിരാവും, പള്ളിക്കാര് നിങ്ങൾക്കെതിരാവും, നിങ്ങളെ പിടിച്ച് പോലീസിലേൽപ്പിക്കും, നിങ്ങളുടെ പേര് കേസ് കൊടുക്കും, നിങ്ങളെ ന്യായാധിപ സഭയുടെ മുൻപാകെ കൊണ്ടുവന്ന് നിർത്തും. അങ്ങനെയെല്ലാം വരുമ്പോൾ പേടിക്കരുത്. വീട്ടുകാർ നിങ്ങൾക്ക് എതിരാവും, നാട്ടുകാരെതിരാവും, പള്ളിക്കാരെതിരാവും, കേസ് വരും. എന്നാൽ അത് മുഴുവനും യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറയാനുള്ള അവസരമായിട്ട് ഉപയോഗിച്ചു കൊള്ളണം എന്ന് പറയും. ദൈവജനത്തിന് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ദൈവത്തെ സേവിക്കാൻ പോയത് പിശാചിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അറിയാമോ? നിങ്ങൾ ഒരു ദിവസം പിശാചിനോട് മേലാ നിന്റെ കൂടെ ഇല്ല എന്നും പറഞ്ഞല്ലേ ദൈവത്തെ സേവിക്കാൻ പോയത്? അല്ലെ? രണ്ടും കൂടെ സൈഡ് ബൈ സൈഡ് ആയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാന്നോ? ഒരു ദിവസം തീർത്ത് പറഞ്ഞ മേലാ നിന്റെ കൂടെ ഇല്ല എന്നും പറഞ്ഞ് നിങ്ങൾ പോകുന്ന ആ പുള്ളിക്ക് ഇഷ്ടപ്പെടുവോ? അയാൾ എത്ര കാലമായിട്ട് ഭരിച്ചു നടക്കുന്നതാണ്, ലോകം മുഴുവൻ അയാളുടെ കീഴിൽ വെച്ചിരിക്കുന്നതാണ്. അങ്ങനെയാണ് 1 യോഹന്നാൻ 5:19 പറയുന്നത്, മുഴു ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നത്, സകല മനുഷ്യരെയും ഭരിച്ച അയാൾ അമർത്തി വെക്കുമ്പോ നിന്റെ കൂടെ ഞാൻ ഇല്ല എന്നും പറഞ്ഞ് ഇറങ്ങി പോന്നാൽ നിന്നെ എവിടെങ്കിലും വെച്ച് ഞാൻ കണ്ടോളാം എന്നയാൾ പറയും. അതിനയാൾ നോക്കും, സകല പരിശ്രമവും അയാൾ ചെയ്യും. ലോകം അയാളുടെ കയ്യിലല്ലേ, അപ്പൊ അതിനുള്ള എല്ലാ വഴിയും അയാൾ നോക്കും. പക്ഷേ ഇവൻ പറയുന്നത് എന്താണ്? സാരമില്ല, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്? 10 ദിവസം നിങ്ങൾക്ക് അതിന്റെ അർത്ഥം പറഞ്ഞു വെച്ച് ഞാൻ പറയാം. 10 ദിവസം ഉപദ്രവം എന്ന് പറഞ്ഞാൽ കൃത്യം 10 ദിവസം എന്നല്ല വാസ്തവത്തിൽ അതിന്റെ അർത്ഥം. ഇറ്റ് ഈസ് എ പീരിയഡ് ടൈം. ഒരു കാലത്തേക്ക് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തില് ഈ 10 ദിവസത്തെ ഉപദ്രവം എന്ന് പറയുന്നത് ആദിമസഭ 10 രാജാക്കന്മാരുടെ കാലത്ത് ഭയങ്കര പീഡ അനുഭവിക്കേണ്ടി വന്നു. ഇവരുടെ ഈ കാലം മുതൽ ഒരു 10 രാജാക്കന്മാരുടെ കാലത്ത്, അത് AD ഏതാണ്ട് 54-ൽ നീറോ ചക്രവർത്തിയുടെ കാലത്ത് തുടങ്ങിയതാണ്. റോമൻ സർക്കാർ നീറോ ചക്രവർത്തിയുടെ കാലത്ത് തുടങ്ങിയതാണ്. പിന്നെ പല ഘട്ടങ്ങളിലായി വന്ന 10 ചക്രവർത്തിമാർ. പേര് ഞാൻ വേഗം ഒന്ന് പറഞ്ഞാൽ, നീറോ, അത് കഴിഞ്ഞിട്ട് ഡൊമിഷ്യൻ എന്ന് പറഞ്ഞ ഒരു ചക്രവർത്തി, അദ്ദേഹമാണ് യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തിയത്. അത് കഴിഞ്ഞിട്ട് ട്രാജൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി. അക്കാലത്ത് ക്രിസ്ത്യാനിയായി തീരുന്നത് നിയമവിരുദ്ധമായിരുന്നു. അതിനുശേഷം മാർക്കസ് ഒറേലിയസ് എന്ന് പറയുന്ന മറ്റൊരു ചക്രവർത്തി. അദ്ദേഹത്തിന്റെ കാലത്താണ് നിങ്ങളൊരു പക്ഷേ ഒരു പേര് കേട്ടിട്ടുണ്ടാവും, സഭാപിതാവ് പോളികാർപ്പ് എന്ന്. അദ്ദേഹത്തെ കൊന്നത് ഈ മാർക്കസ് ഒറേലിയസിന്റെ കാലത്താണ്. വേറെ ചക്രവർത്തിയുടെ പേര് സെപ്റ്റിമിയസ് സെവറസ് എന്നായിരുന്നു. സെപ്റ്റിമിയസ് സെവറസ്. സഭാപിതാവായ ഒറിഗൻ എന്ന് പറയുന്ന ആളെ കൊന്നത് അദ്ദേഹത്തിന്റെ കാലത്താണ്. വേറൊരാണ് മാക്സിമസ് എന്ന ഒരു ചക്രവർത്തി. അദ്ദേഹം ചെയ്തിരുന്നത് 50-60 പേരെ ഒരൊറ്റ കുഴി, വലിയൊരു കുഴി അങ്ങോട്ട് വെട്ടി 60 ക്രിസ്ത്യാനികളെ ജീവനോട് ആ കുഴിയിലോട്ട് തള്ളിയിടും. സാരമില്ല, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. പക്ഷേ 10 ദിവസം ഉപദ്രവം കഴിഞ്ഞപ്പോ, സ്വല്പം കഴിഞ്ഞപ്പോ, ഒരു ചക്രവർത്തി, ഇതേ റോമൻ സാമ്രാജ്യത്തിന് ചക്രവർത്തി, ക്രിസ്ത്യാനിയായി തീരുകയായിരുന്നു. അതോടെ ക്രിസ്തീയ സഭയുടെ പീഡ അവസാനിച്ചു. അത് AD 312-ലാണ്. അപ്പൊ ഇവിടെ ഇതാണ് ഈ 10 ദിവസത്തെ ഉപദ്രവം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം, why Christians suffer? What is the reason behind it? What is the logic behind any Christian or every Christian suffer എന്ന് ചോദിച്ചാൽ ഈ പുസ്തകം ചില ഉത്തരങ്ങൾ തരുന്നുണ്ട്. എന്താണെന്നോ ക്രിസ്ത്യാനി കഷ്ടം അനുഭവിക്കാൻ കാരണം? ചിലർക്ക് കഷ്ടം വരുന്നത്
പാപത്താലായിരിക്കാം. എല്ലാ കഷ്ടവും പാപത്താലാണെന്ന് അർത്ഥമില്ല. പണ്ടൊരിക്കൽ ഒരുത്തൻ കുരുടനായി പിറന്നതിനെ കുറിച്ച് യേശുവിന്റെ ശിഷ്യന്മാരൊരു ചോദ്യം ചോദിച്ചില്ലേ, ഇവൻ കുരുടനായി പിറക്കാൻ കാര്യം എന്താണ്? ഇവൻ പാപം ചെയ്താണോ അവന്റെ അമ്മയും അപ്പനും പാപം ചെയ്താണോ? യേശു പറഞ്ഞു, ഒന്നുമല്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാങ്ങേണ്ടത്. എങ്കിലും പാപത്തിന് ശിക്ഷയുണ്ട്. ഇനി എബ്രായ ലേഖനം 12 അധ്യായം 5-ഉം 6-ഉം വാക്യത്തിൽ അവിടെ പറയുന്നത്, മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. റൈറ്റ്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. കണ്ടില്ലേ അവിടെ എന്താ വായിച്ചത്? ദൈവം സ്നേഹിക്കുന്ന ഏത് മകനെയും തല്ലുന്നു, ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം, നിങ്ങൾക്ക് പിള്ളേരോട് ഭയങ്കര സ്നേഹം വരുമ്പോ പിടിച്ച് 2 അടി കൊടുക്കും എന്നാണോ എന്റെ അർത്ഥം? അങ്ങനെയാണോ സ്നേഹം പ്രദർശിപ്പിക്കുന്നത്? ഹലോ, അപ്പനന്മാർ ഇവിടെ ഇരിപ്പില്ലേ? അങ്ങനെയാണോ ചെയ്യുന്നത്? ഭയങ്കര സ്നേഹം വരുമ്പോ 2 പൊട്ടീര് അങ്ങോട്ട് കൊടുക്കും, ആണോ? പിന്നെ എപ്പോഴാ അടിക്കുന്നത്? തെറ്റ് ചെയ്യുമ്പം പിള്ളേരെ കുർത്തക്കാട് കാണിക്കുമ്പോ പിടിച്ച് 2 പൊട്ടീര് കൊടുക്കും. എന്തിന്? വേറെ വല്ലവരുടെയും പിള്ളേരെ അടിക്കുവോ? ഇല്ല. സ്വന്തം പിള്ളേരെ അല്ലേ തല്ലത്? വേറെ വല്ലവരുടെയും പിള്ളേർ പറയുന്ന കേട്ട് ചിലപ്പോ നമ്മളന്ന് തിരുത്താൻ നോക്കിയേക്കും, കേട്ടില്ലെങ്കിൽ നീന്റെ പാട്ടിന് പോകുന്നു പറയും. അതിൽ കൂടി കാര്യമൊന്നുമില്ല, നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. സ്തോത്രം, ആമേൻ. അല്ലെങ്കിലും പറഞ്ഞാലും ഒരു പ്രാവശ്യം അല്ലേ പറയുള്ളൂ. അതേസമയം നിങ്ങളുടെ കുട്ടി എത്ര പ്രാവശ്യം തെറ്റ് ചെയ്താലും നിങ്ങൾ തിരുത്തില്ലേ? ആവർത്തി ചെയ്താലും തിരുത്തില്ലേ? നിങ്ങൾ ആരെങ്കിലും കുട്ടിയെ അടിച്ചത് കുട്ടിയെ തല്ലാൻ വേണ്ടിയല്ല, കുട്ടിയെ നന്നാക്കാൻ വേണ്ടി തല്ലിയതാണ്. കാരണം നിങ്ങളുടെ കുട്ടി നന്നായി വരണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതിന് ഓരോ അടി കൊടുക്കുമ്പോൾ ഈ ആദ്യത്തെ പാഠം എന്നൊക്കെ പറഞ്ഞാൽ തല്ലിന്റെ കൂടെ പോയെങ്കിലേ പിള്ളേർക്ക് കാര്യം മനസ്സിലാവുള്ളൂ. അല്ലാതെ പിള്ളേർക്ക് വാക്ക് മാത്രം പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിച്ചിവിടെ പ്രായമായെങ്കിലേ വാക്ക് മാത്രം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. വാക്കിന്റെ കൂടെ മേലും കൂടെ നൊന്താൽ തെറ്റാണെന്ന് പിള്ളേർക്ക് മനസ്സിലാകും. അത് ആദ്യത്തെ ഭാഗമാണ്. ദൈവത്തിനും അങ്ങനെ തന്നെ. ദൈവം സ്നേഹിക്കുന്ന മകനെ തല്ലുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പം എന്തെങ്കിലും സംഭവിക്കുമ്പോ തിരുത്താൻ വേണ്ടി ബാലശിക്ഷ, അങ്ങനല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും സഹിക്കുന്ന, താഴോട്ട് പറയുന്നത്, എല്ലാവരും സഹിക്കുന്ന ബാലശിക്ഷ സഹിക്കാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല. ഈ മക്കളല്ല, വേറെ എവിടെ നിന്നൊക്കെ വന്ന് അങ്ങനെ ഒരു ബാക്കി എന്താ പറയേണ്ടത്, പിടച്ചുണ്ടായതാണ്. മക്കളാണെങ്കിൽ തല്ലും. അപ്പൊ ദൈവം നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷ തരും. അതാണ് സംവിധാനം. ദൈവത്തിന്റെ ആളുകൾ തെറ്റ് ചെയ്താൽ ദൈവം ഒരു ശിക്ഷ കൊടുക്കും. അങ്ങ് പോയി കിടന്ന് ന്യായവിധി അനുഭവിക്കാതെ അന്നാരം പിടിച്ചോ ഒരു പെരുക്കെന്ന് തരും, ഒരു കഷ്ടത്തിലാക്കും, ഒരു ബുദ്ധിമുട്ടിലാക്കും. ഉദ്ദേശിച്ച പല കാര്യം പോകാതെ വരും. വഴി മുടക്കി വരുമ്പോ പിടിച്ചൊരു കുളത്തൊട്ടൊരു പിടി പിടിക്കുമ്പോ അവിടെ നിന്ന് നിലവിളിക്കും, എന്താ കുഴപ്പമെന്ന് നമ്മൾ ഒന്ന് പരിശോധിച്ചു നോക്കും. പരിശോധിച്ചു നോക്കുമ്പോ നമ്മിൽ തെറ്റ് വന്നു എന്ന് ബോധ്യമാകും. അപ്പൊ നിലവിളിച്ച് പറയും, സോറി ദൈവമേ, ക്ഷമിക്കണമേ, ഞാൻ തിരുത്തുന്നു എന്ന് പറയും. കണ്ടില്ലേ, അടി കിട്ടിയപ്പോഴല്ലേ ശരിയായത്? ഇല്ലെങ്കിൽ നമ്മൾ വല്ല ശ്രദ്ധിക്കുമോ? ഒരു പോക്കങ്ങ് പോവും. അപ്പൊ അടി കിട്ടുമ്പോ ഇരുന്ന് കാര്യം തിരുത്താൻ നോക്കും. അതതിന്റെ ഒരു പേർപ്പസാണ്. രണ്ടാമത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് റോമാലേഖനം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം. റോമാലേഖനം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം. അത് തന്നെ അല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടം വരുമ്പോ ഹല്ലേലൂയ, എനിക്കൊരു കഷ്ടം വന്നു, സ്തോത്രം എന്ന് വിളിച്ചു പറയും. സാധാരണ മനുഷ്യൻ കഷ്ടം വരുമ്പോ എഴുന്നേറ്റ് കരഞ്ഞ് വിലപിച്ച് അങ്ങനെ വിങ്ങിപ്പൊട്ടി ഒക്കെ സാക്ഷി പറയും. ഇവരങ്ങനല്ല, പറ ഹല്ലേലൂയ എന്ന് പറയും. കേട്ടാ പ്രാന്താന്ന് തോന്നും. പക്ഷെ അവർക്ക് റീസൺ ഉണ്ട്. വൈ? എന്താണെന്നറിയാമോ? കഷ്ടത സഹിഷ്ണുത ഉളവാക്കും. കഷ്ടത സഹിഷ്ണുത ഉളവാക്കും. കഷ്ടത സഹിക്കുമെന്ന്
കഷ്ടതയ്ക്കകത്ത് നിങ്ങൾ കിടന്ന് നിലവിളിച്ച് വെപ്രാളപ്പെട്ട് നെഞ്ചത്തിടിച്ച് കണ്ടവരെ മുഴുവൻ പഴിയും പറഞ്ഞ് ആക്ഷേപിച്ച് നടന്നാൽ എന്നാ ഗുണമുണ്ടാവും? എന്തായാലും വന്ന കഷ്ടം അനുഭവിച്ചൊക്കത്തുള്ളല്ലോ. നാടൻ പഴയ പറഞ്ഞാൽ നിങ്ങളിപ്പോ നുള്ളി എടുക്കത്തൊന്നുമില്ലല്ലോ. കഷ്ടത യാതൊക്കെ വന്നാലും അനുഭവിച്ചു വെക്കുള്ളൂ. അപ്പൊ അതിന് ഈ കിടന്ന് ശപിച്ച് അങ്ങ് കയ്പം വന്ന് എല്ലാം കൂടെ തുടങ്ങിയാൽ ഉള്ള ആരോഗ്യം കൂടെ പോകുന്നല്ലേ ഉള്ളൂ, അല്ലേ? കൊച്ചിന് പനി വന്നു, അപ്പൊ പിന്നെ തള്ള തിന്നത്തില്ല. എന്താ ഗുണം? തള്ളയുടെ കൂടെ ആരോഗ്യം പോയി. അല്ല, എന്താ ഗുണം വന്നേ? പനി വന്ന് അതിന്റെ കോഴ്സിൽ നിന്ന് മാറിയേ പറ്റുള്ളൂ. അതിന് വെപ്രാളപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. കഞ്ഞി കുടിക്കാതെ കിടന്നിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ നല്ല കഞ്ഞി കുടിച്ചെങ്കിലേ കൊച്ചിനെ കുഴിക്കാനുള്ള ആരോഗ്യം കിട്ടുള്ളൂ. ഏത് പ്രശ്നം വന്നാലും അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ. അത് സന്തോഷത്തോടെ അങ്ങ് അഭിമുഖീകരിച്ചാൽ ആരോഗ്യം ഉണ്ടാവുമല്ലോ. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും. സിദ്ധത എന്ന ആ വാക്കിന്റെ അർത്ഥം ക്യാരക്ടർ എന്നാണ്. ക്യാരക്ടർ, സ്വഭാവം. ഈ ക്യാരക്ടർ അല്ലെങ്കിൽ എന്ന വാക്ക് പേഴ്സണാലിറ്റി, സൈക്കോളജിക്കലി പേഴ്സണാലിറ്റി. എങ്ങനെയാണെന്നോ ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത്? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതിന്റെ വെളിച്ചത്തിലാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി. ഓരോ പ്രശ്നം വരുമ്പോ പല ആളുകൾക്ക് പല സമീപനമാണ്. ചില ആളുകള് പ്രശ്നം വരുമ്പോഴത്തേക്ക് ഭയങ്കര ബഹളമാണ്, ആലച്ച് വിളിച്ച് പുരാഗി ഭയങ്കര നെഗറ്റീവായ ഒരു ആസ്പെക്റ്റ് ആണ്. അവർക്ക് അപ്പോഴത്തേക്ക് എല്ലാവരുടെയും ആരോഗ്യമാവും. ആരും ഇതിനൊന്നും പിഴച്ചതൊന്നും അല്ലെന്നേ. അവർക്ക് കഷ്ടം വന്നു, അതിനിപ്പോ എല്ലാരെയും കൂടെ പുരാഗി എല്ലാരോടും കൂടെ വെറുപ്പ് വന്നിട്ട് നിങ്ങളെന്താ സാധിച്ചത്? നിങ്ങളുടെ ആളത്വത്തിന് കുറെ കേട് വന്നല്ലേ ഉള്ളൂ. നിങ്ങളുടെ സ്വഭാവം ചീത്തയായി, അല്ല നിങ്ങളൊന്നും സാധിച്ചില്ല. വേറെ ചിലരുണ്ട്, കഷ്ടത വന്നാൽ ഒന്നും അഭിമുഖീകരിക്കാൻ തയ്യാറില്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടണം. അതാണ് ആളുകൾക്ക് താല്പര്യം. അങ്ങ് അവിടെ നിന്ന് മുങ്ങണം. നിങ്ങൾ എങ്ങോട്ട് പോകും? അതിനാണ് ചിലർ ആത്മഹത്യ ചെയ്യുന്നത്. അതാണ് പിന്നെ ആരും കുറച്ചു പേര് പുറത്തു വരാതെ മുറി അടച്ചകത്ത് കയറിയിരിക്കണം, എനിക്കൊരു മനുഷ്യനെയും കാണണ്ട. അവിടെ നിങ്ങളുടെ സ്വഭാവത്തിന് ഗുണമുണ്ടായില്ല. സ്വഭാവത്തിന് ഗുണം ഉണ്ടാകണമെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് അഭിമുഖീകരിക്കണം. സാധകമായി പ്രശ്നത്തെ അഭിമുഖീകരിക്കണം. ഏത് പ്രശ്നം വന്നാലും അതിനെ അതിജീവിക്കണം. അതിജീവിക്കാനുള്ള വഴി കണ്ടെത്തി അതിജീവിക്കുന്നവനാണ് സ്വഭാവം ഉണ്ടാവുന്നത്, അല്ല സ്വഭാവം ഉണ്ടാവില്ല. ചൂടെ തെളിച്ചു പറഞ്ഞാൽ, വീട്ടിൽ ഒരു കാരണവശാലും വഴക്ക് പറയാതെ തല്ലാതെ തലോലിച്ച് വളർത്തിയ ഒരു ചെറുക്കൻ, അവനെ ഹോസ്റ്റലിൽ പറഞ്ഞു വിടണം. അവന്റെ ഗതി എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അവിടാണ് ആളിരിക്കുന്നത്, തട്ടിയും മുട്ടിയും എല്ലാത്തിനും ശരിയാക്കാനുള്ള ആളാണ് ഹോസ്റ്റലിൽ ഇരിക്കുന്നത്. അപ്പൊ അവര് രണ്ട് വർത്താനം പറയുമ്പോഴത്തേക്ക് ചെക്കൻ വാവിട്ട് നിലവിളിച്ച് തിരിച്ച് വീട്ടിൽ വരും. അവന് ഹോസ്റ്റലും വേണ്ട, പഠിത്തവും വേണ്ട, ഒരു വകയും വേണ്ട. അപ്പനും അമ്മ ഇങ്ങനെ താലോലിച്ചു കൊണ്ട് നടക്കണം. ചെറുക്കൻ ശരിയാവണോ? ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ആളുകൾ തട്ടിയും മുട്ടിയും ഒക്കെ വളർന്നെങ്കിലേ ഈ സ്വഭാവം ശരിയാവുള്ളൂ. കണ്ടില്ലേ? സ്തോത്രം. എപ്പോഴും നടക്കൊന്നും ചെയ്യാതെ നിങ്ങൾ എപ്പോഴും കാറെ കൊണ്ട് നടക്കുന്നൊരു കൊച്ച്, നല്ല കുന്നും മലയുള്ള നാട്ടിൽ കൊണ്ട് നിർത്തിയും വെച്ച് ഇവൻ ആ കുന്നൊന്ന് കയറാൻ പറഞ്ഞ അവന്റെ മസിൽ ബലക്കുവാ. അവന്റെ ഒരു മസിലും കൊള്ളത്തില്ലല്ലോ. അതേസമയം നല്ല കുന്നിന്റെ മണ്ടയ്ക്ക് വളർന്ന പിള്ളേരെ കാണണം. ഞങ്ങൾ കുറെ കാലം താമസിച്ചത് ഒരു ഭയങ്കര മലയുടെ മണ്ടയ്ക്കാണ്. അവിടെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ബൈബിൾ സ്കൂൾ അവിടെ ഉണ്ട്. ഞങ്ങളെല്ലാം മലയുടെ മണ്ടയ്ക്ക് താമസിച്ചവരാ. നിങ്ങൾ ഇപ്പം അവിടെ നടന്നു കയറാൻ വന്നാലും ഇടയ്ക്ക് രണ്ടിടത്തെങ്കിലും നിൽക്കാതെ ആ കുന്നിന്റെ മണ്ടയ്ക്ക് ഇന്ന് നിങ്ങൾ ഏറെക്കുറെ മിക്കവരും കയറില്ല. അത്രയും ഒരു കുന്നിന്റെ മണ്ടയ്ക്കാണ് ഞങ്ങൾ താമസിച്ചത്. ഞങ്ങളുടെ പിള്ളേർ വളർന്ന കാലത്തെ മേളിൽ നിന്ന് പറഞ്ഞൊരു ഓട്ടം താഴെ വരെ ഓടും. ഇവിടെ വെച്ച് തിരിച്ച് അതുപോലെ ഒരു ഓട്ടം ഓടി കുന്നിന്റെ മണ്ടയ്ക്ക് കയറും. ഞങ്ങളുടെ പിള്ളേർക്കെല്ലാം നല്ല മസിലായിരുന്നു. അത് കുന്നു കയറുന്നവനല്ലേ ഉണ്ടാവുള്ളൂ. കഷ്ടത അനുഭവിച്ചാലുണ്ടല്ലോ നല്ല ചാടിക്കേറി ആ കുന്നിന്റെ മണ്ടയ്ക്ക് കയറും. എന്നിട്ട് അടുത്ത ദിവസം ചോദിക്കും ഇതിനേക്കാൾ കൂടി ഒന്നുണ്ടോ എന്ന് നോക്കും. കണ്ടില്ലേ? അഡ്വഞ്ചേഴ്സ് ഉള്ള കുറെ മനുഷ്യരില്ലേ? എവറസ്റ്റ് കയറാൻ പോയ കുറെ പേരില്ലേ? കണ്ടില്ലേ അവരുടെ മസിലിന് എന്തൊരു ബലമാണെന്ന്? ആത്മീക മനുഷ്യന്റെ മസിലിന് ബലം ഉണ്ടാകണോ? കഷ്ടത ഉണ്ടാകണം. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളെ ജീവിക്കാൻ കൊള്ളത്തില്ല. നിങ്ങളെ ജീവിതത്തിന് കൊള്ളാവുന്നവനായി തീർക്കണമോ? സ്വഭാവത്തിന് രൂപാന്തരങ്ങൾ ഉണ്ടാവണമോ? നല്ല സ്വഭാവം എന്ന് പറയണമോ? ക്രൈസിസ് അഭിമുഖീകരിച്ചെങ്കിലേ നിങ്ങൾക്ക് അത് ഉണ്ടാവുള്ളൂ. നല്ല ക്രിസ്തീയ സ്വഭാവം ഉണ്ടാകുന്നത് കഷ്ടതയിലൂടെയാണ്. അതുകൊണ്ട് ആത്മജീവിതത്തിന്റെ രൂപാന്തരത്തിൽ
വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് കഷ്ടതയ്ക്കുള്ളത്. അതുകൂടാതെ അതിന് വേറെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ അവിടെ പറയുന്ന ഒരു പ്രയോഗം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. പൗലോസിന്റെ പ്രശ്നമായിരുന്നു. പൗലോസ് പറയാണ് അദ്ദേഹത്തെ കുത്താൻ സാത്താന്റെ ഒരു ദൂതനെ നിർത്തിയിരിക്കുന്നത്. അത് എന്താന്ന് കൃത്യമായിട്ട് ആളുകൾക്ക് അത്ര വലിയ പിടിയില്ല. എനിവേ, എന്തായാലും ശരി, ഇദ്ദേഹം ഭയങ്കര പ്രസംഗമാണ്. വിടുതലിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, അങ്ങ് രോഗത്തിൽ സൗഖ്യം ഉണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ മേത്തൊന്ന് ഉടുപ്പ് കൊണ്ടിട്ട് വല്ലവരുടെയും മേത്തോട്ട് കൊണ്ടിടുന്നു, അവർക്ക് വിടുതൽ ഉണ്ടാകുന്നു. സർവത്ര അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. പക്ഷെ ഈ പുള്ളിക്കൊരു പ്രശ്നം. ചില ദിവസം ഈ സാത്താൻ ഒരു കുത്തും. സാത്താൻ അക്ഷരാർത്ഥത്തിൽ വന്ന് കുത്തൊന്നല്ല, എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ കുത്തങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്ക് കുറെ നേരത്തേക്ക് അയ്യോ എന്നും പറഞ്ഞൊരു ഇരിപ്പിരിക്കും. അപ്പൊ കാണുന്നവർ ചോദിക്കും, എടാ എല്ലാവർക്കും വിടുതൽ വാങ്ങിക്കൊടുക്കുന്ന എന്താണ്ട് ഇയാടെ വിടുതൽ എവിടെ? അപ്പൊ പുള്ളിക്ക് അതിന് പ്രശ്നമായി. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇത് നീക്കിത്തരണം, നീക്കിത്തരണം, നീക്കിത്തരണം. 3 വട്ടം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിർത്തിക്കോ, നിന്റെ ഈ പ്രശ്നം ഞാൻ നീക്കിത്തരത്തില്ല. അതിന്റെ കാരണം ഈ ആത്മീയവും കൃപയും എന്നൊക്കെ പറഞ്ഞാലും അതും ആളുകളുടെ അകത്ത് കയറിയാൽ അഹങ്കാരം ഉണ്ടാവും, നീളം കയറും. അപ്പൊ ഈ കൃപയൊക്കെ പിന്നെ അവരിൽ നിന്ന് പുറപ്പെടുന്നത് പോലൊക്കെ വർത്താനം പറയും, നല്ല ഗമയൊക്കെ തോന്നും. അങ്ങനെ അങ്ങോട്ട് നടക്കാൻ പോയാൽ അത് ദൈവത്തിന് പിടിക്കില്ല. കാരണം കൃപ ഇവരുണ്ടാക്കിയതല്ലല്ലോ, കൃപ ദൈവത്തിന്റെ വകയല്ലേ, ഇല്ലേ? ഒരാൾക്ക് പാടാൻ കൃപയുണ്ടെങ്കിൽ സ്വരം നിങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ, ദൈവം തന്ന ദാനമല്ലേ. ഒരാൾക്ക് പ്രസംഗിക്കാൻ വരം കിട്ടിയാൽ അത് ദൈവം കൊടുത്ത ദാനമല്ലേ. ഒരാൾ പ്രവചിച്ചാൽ തീർത്തും അത് ദൈവത്തിന്റെ വരമല്ലേ. ഒരാൾക്ക് ദർശനമുണ്ടായാൽ അത് ദൈവത്തിന്റെ കൃപയല്ലേ. എല്ലാം കൃപയല്ലേ. അപ്പൊ അതെല്ലാം നിന്നും വെച്ച് ഞാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടപ്പെടുമോ? ദൈവത്തിന് ഭയങ്കര പണക്കാവും. അതിനുവേണ്ടി ദൈവം ചെയ്യുന്നൊരു കാര്യമാണ്, അങ്ങോട്ട് കൊളുത്തിട്ട് പിടിക്കാൻ ഒരാളെ കൂടെ നിർത്തി. ആ പിടി വരുമ്പോ ഓർക്കും, പൊങ്ങച്ച തോന്നുമ്പോഴാണ് ഈ ഒരു പിടി പിടിക്കുന്നത്. അതോടെ പൊങ്ങച്ച ഇല്ലാതെ മര്യാദയ്ക്ക് ദൈവത്തെ സേവിക്കാൻ പറ്റും. അപ്പൊ ഒരു പ്രിവെന്റീവ് സ്റ്റെപ്പ് നമ്മളെ അഹങ്കാരത്തിൽ നിന്നും നികളത്തിൽ നിന്നും തടഞ്ഞു നിർത്താൻ കഷ്ടത ഉപകരിക്കും. അല്ലാതെ ഒരു വഴിക്കങ്ങ് പോയാലേ ആളുകൾ ശ്രദ്ധിക്കില്ല, ദൈവപ്രവൃത്തിയൊന്നും ഓർക്കില്ല. ആനക്കാരി ഇയാൾ അങ്ങ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ അങ്ങ് ഓടിപ്പോയി അഹങ്കാരത്തിലേക്കും അവസാനം പാതാളത്തിലേക്കും പോകാനിടയാകും. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാൻ കഷ്ടത കൊണ്ട് ആളെ പിടിച്ചു നിർത്തും ദൈവം. അത് നമ്മുടെ ഗുണത്തിനാണ്, പ്രിവെന്റീവ് സ്റ്റെപ്പാണ്. എന്താണ് ഇവിടെ വെളിപ്പാട് പുസ്തകം 2:10 പറഞ്ഞത്? പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. ഓർമ്മയുണ്ടോ യേശുവിനെ കുറിച്ച് പറയുന്നത്? മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ അനന്തരം 1-ാം വാക്യം, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ്, അങ്ങനെ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. എന്താ കാര്യം എന്നറിയോ? ഞാൻ ലളിത ഭാഷയിൽ വേഗം പറഞ്ഞാൽ, മനുഷ്യരെ മുഴുവൻ വിടുവിക്കാനല്ലേ യേശു വന്നത്? പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാനല്ലേ യേശു വന്നത്? വിടുതൽ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ പിടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ലോകം മുഴുവൻ അവന്റെ പിടിയിൽ നിന്ന്, പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ യേശു വന്നു. അപ്പൊ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അദ്ദേഹത്തിന് തന്നെ പിടിയിൽ നിന്ന് പുറത്തു വരാൻ കഴിവുണ്ടോന്ന്? പിന്നല്ലേ ബാക്കിയുള്ളവരെ രക്ഷിക്കുന്നത്. അതിനൊരു 3 പരീക്ഷ അങ്ങോട്ട് കൊടുത്തപ്പോ 3ലും പിശാച് തോറ്റു. 3-ാമത്തതിൽ പിശാചിനോട് പറഞ്ഞ അത് കണ്ടപ്പോഴത്തേക്ക് ഇയാളങ്ങ് പോയി. അപ്പൊ അത്രയും സംഗതി ഒന്ന് ഒത്തു വരണം. അതിന് പരീക്ഷകൾ ഉണ്ടാവും. ആത്മജീവിതത്തിന്റെ മാറ്റുരച്ച് നോക്കാൻ കഷ്ടതയുണ്ടാവും. ഒരു പ്രശ്നമില്ലാതെ എല്ലാം ചോദിക്കുന്ന പോലെ അങ്ങോട്ട് കിട്ടുന്നു, സുഖം, പരമസുഖം, ഞാനും കൂടെ തുള്ളുന്നു എന്ന് പറയുന്നതിനകത്ത് എന്താ കാര്യം? ആർക്കും തുള്ളിക്കൂടെ? എല്ലാ കാര്യങ്ങളും നേരെ പോകുമ്പോ സ്തോത്രം പറയാൻ എന്താ ബുദ്ധിമുട്ട്?
പറഞ്ഞില്ലെങ്കിൽ ഏതോ കുഴപ്പമൊന്നും കൊണ്ട് പറഞ്ഞാൽ അതിനകത്ത് അസ്വാഭാവികമായിട്ടൊന്നുമില്ല. അതേസമയം എല്ലാം തകർന്നു നിൽക്കുമ്പോഴും അതിന്റെ നടുവിൽ സ്തോത്രം പറയുന്നവരാണ് റിയൽ ആത്മീയർ. അതിന് പരീക്ഷണത്തിന്റെ ഘട്ടമുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിന്റെ ജെനുവിൻനെസ്, പരമാർത്ഥത, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരമാർത്ഥത ശോധന ചെയ്യാൻ ഘട്ടങ്ങളുണ്ടാവും. പിശാചായിരിക്കും അതിനുള്ള പരീക്ഷ കൊണ്ടുവരുന്നത്. ഇയ്യോബിന്റെ ജീവിതം നോക്കൂ. ആർക്കെങ്കിലും തിരിയുമോ എന്തിന് ദൈവം ഇയ്യോബിനെ പാടുപെടുത്തിയെന്ന്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ മനുഷ്യൻ അനുഭവിച്ച കഷ്ടം അറിയില്ലേ? ചരിത്രം ഇല്ലേ? എന്തെല്ലാം ശല്യം ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ പോയി. ഭയങ്കര നാശം വീട്ടിലുണ്ടായി. 10 പിള്ളേരുണ്ടായിരുന്നു, 10ഉം ഒറ്റയടിക്ക് ചത്തു. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന് ബാധ വന്നു. ബാധ എന്ന് പറഞ്ഞാൽ ചൊറിഞ്ഞ് ശരീരം പഴുത്ത് ഇറന്നു പോകുന്ന സ്ഥിതി. വീട്ടിൽ ഭാര്യ പറയാണ്, മനുഷ്യ പോയി ചത്തൂടെ, നിങ്ങളിങ്ങനൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തൂടെ എന്ന് ഭാര്യ ചോദിക്കുന്നു. ആശ്വാസത്തിന്റെ ഒരു വാക്കില്ലാതെ ജീവിച്ചവൻ അവൻ എന്താ പറയുന്നറിയാ? ദൈവം ഇത്രയും നന്മ തന്നില്ലേ, ഇതും കൂടെ അനുഭവിച്ചൂടെ എന്ന് ചോദിച്ച ഒരുത്തൻ. എന്തെല്ലാം പണി പിശാച് നോക്കിയിട്ട് അവസാനം എന്താ ദൈവം പിശാചിനോട് പറഞ്ഞെന്നറിയോ? പിശാചേ, നീ ഇവനെ കുറിച്ച് ഇത്രയെന്നോണെ എന്നോട് പറഞ്ഞു. ദൈവത്തിന് അറിയാൻ മേലഞ്ഞിട്ടല്ല, ദൈവത്തിന് ഇവനെ അറിയാവുന്ന പറഞ്ഞു. നിനക്ക് പരീക്ഷിക്കണോ? പരീക്ഷിക്ക്. നിനക്ക് ശോധന ചെയ്യണോ? ശോധന ചെയ്യൂ. അവന്റെ സ്വത്ത് കൊണ്ടുപോകണോ? കൊണ്ടുപോകൂ. അവന്റെ മക്കളെ കൊണ്ടുപോകണോ? കൊണ്ടുപോകൂ. അവന് കഷ്ടത വരുത്തണോ? വരുത്തൂ. അവന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കണോ? ദണ്ഡിപ്പിച്ചോളൂ. പക്ഷെ ഒരു കാര്യം നീ അറിഞ്ഞോ, എന്നെ വല്ലതും കിട്ടാൻ വേണ്ടി സേവിക്കുന്നവൻ അല്ലിവൻ. ഇവൻ സത്യമായിട്ട് എന്നെ സേവിക്കുന്നവനാണ്. നീ മുഴു തകർച്ച വരുത്തിയാലും ഇവൻ എന്നെ ത്യജിച്ച് പറയില്ല. അല്പകാലത്തെ കഷ്ടം അവന് വന്നെങ്കിലും അതിൽ ലോകത്തോടൊരു പാഠം പറഞ്ഞു. മുഴുവൻ ലോകത്തോടും ഇയ്യോബ് ഒരു പാഠം പഠിപ്പിച്ച് പറഞ്ഞു. വല്ലതും കിട്ടാൻ വേണ്ടി ദൈവത്തിന്റെ പുറകുന്നവർ മാത്രമല്ല, അതൊരു സംഘമുണ്ടെങ്കിലും നീ എന്നെ കൊന്നാലും നിനക്കായി ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞ സത്യവിശ്വാസികളുടെ ഒരു കൂട്ടമുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ആമേൻ. നാട്ടിലെ ആളുകൾ എന്തെല്ലാം പറയും? അവർക്ക് ഇഷ്ടം പോലെ കാശ് കൊടുത്ത്, വിദേശത്തു നിന്നെല്ലാം കാശ് കൊടുത്താണ് ബന്ധങ്ങളെല്ലാം കൂട്ടത്തിൽ കൂട്ടുന്നത് എന്ന് പറയുന്ന കുറെ മനുഷ്യരില്ലേ? ഇല്ലേ? അതൊക്കെ അല്ലേ ആളുകളുടെ ധാരണ. ഇതൊന്നും ആളുകൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. ഞങ്ങൾ അങ്ങനെ ആർക്കും കാശ് കൊടുക്കാറില്ല. സ്തോത്രം. കാശ് കൊടുക്കാറില്ലെന്ന് മാത്രമല്ല, നേരെ സഭയിൽ വരുന്നവരോട് ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് വചനത്തിൽ നിന്ന്. ഞങ്ങളുടെ സ്വന്തം അല്ല. നിങ്ങൾക്ക് 10 രൂപ വരുമാനം ഉണ്ടെങ്കിൽ 1 രൂപ ദൈവത്തിന് കൊടുക്കണം. 1000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ 100 രൂപ കൊടുക്കണം. 10,000 രൂപ ഒരു മാസം വരുമാനം ഉണ്ടെങ്കിൽ 1000 രൂപ ദൈവത്തിന് കൊടുക്കണം. അപ്പൊ അങ്ങോട്ട് കൊടുക്കുന്ന ഇടപാടല്ലത്, ഞങ്ങൾക്കല്ലത്, ദൈവത്തിന്റെ നിയമമാണ്. സ്തോത്രം. ഇതൊക്കെ ചിലർക്ക് പള്ളി വരാൻ വിഷമമൊക്കെ തോന്നും. അങ്ങനെ കാശ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ ചിലർക്ക് വിഷമമൊക്കെ തോന്നും. അത് ഈ കൊടുക്കുന്നതിന്റെ ഗുണം അറിയാൻ മേലാഞ്ഞിട്ടാ. കൊടുത്തു നോക്കണം, അന്നേരം അറിയാൻ എൻ്റെ സുഖം. കാരണം എന്താ ദൈവം പറഞ്ഞെന്നറിയാം? ഇത് വിതയ്ക്കുകയാണ്. വിതച്ചാൽ കൊയ്യും. എത്രയും കൊയ്യും. വിതയ്ക്കുന്നതിന്റെ എത്രയാണോ കൊയ്യുന്നത്? പിന്നെ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. പക്ഷെ എന്നാൽ എത്രയും കൊയ്യും. വളരെ മടങ്ങ് കൊയ്യില്ലേ? ഇല്ലേ? ഒരു 30 മടങ്ങ്, 60 മടങ്ങ്, ചിലപ്പോൾ 100 മടങ്ങൊക്കെ കൊയ്യില്ലേ? വിതയ്ക്കാത്തവൻ കൊയ്യുവോ? ഇല്ല. സ്തോത്രം. അത്ഭുതം വല്ലതൊക്കെ കാണണമെങ്കിൽ ദൈവത്തിന് കൊടുക്കാനുള്ളത് അങ്ങ് കൊടുക്കണം. അവർക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാവും. സ്തോത്രം. കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് പോയപ്പം ഒരു പാസ്റ്ററിക്ക് ചെന്നു. അപ്പൊ അതേ ആദ്യത്തെ സ്വല്പ സംഭവങ്ങൾ പറയുകയാണ്. വടക്കേന്ത്യയിലാണ് കേട്ടോ, ഒരു മിഷണറി. ആദ്യത്തെ ചില കാര്യം പറയുകയാണ്. കുറെ കഷ്ടങ്ങളുടെ കാലമെല്ലാം ഉണ്ടായിട്ട് ഒരാൾ അദ്ദേഹത്തിന് ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാൻ കാശ് കൊടുത്തു. അയാളുടെ ചോദിച്ചല്ല, ദൈവം അങ്ങനെ കൊടുത്തു. അന്നത്തെ ആ ഓഫറിൽ മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചാൽ ഒരു പ്രത്യേക മൊബൈൽ ഫോൺ ഫ്രീ ആണ്. ഓക്കെ, മൊബൈൽ ഫോൺ ഫ്രീ കിട്ടി. വീട്ടിൽ വന്ന ഉടൻ വണ്ടി അവിടെ വെച്ച് ഈ മൊബൈൽ ഫോൺ ദൂരെയുള്ള ഒരു 100 മൈൽ അകലെയുള്ള ഒരു ദൈവദാസന് കൊണ്ട് കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. വണ്ടിയും വെച്ച് നേരെ അവിടെ പോയി.
അവിടെ കൊണ്ട് അദ്ദേഹത്തിന് ഫോൺ കൊടുത്തപ്പോൾ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ ഇത് നിങ്ങളുടെ പുതിയ ഫോണല്ലേ, ഇതെനിക്ക് വേണ്ട. പാസ്റ്റർ ഫോണിങ് തന്നാൽ മതി, എനിക്ക് പുതിയത് വേണ്ട. ഇദ്ദേഹം പറഞ്ഞ, അല്ല, നിനക്ക് പുതിയത് തരാനാണ് ദൈവം എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഈ പുതിയത് എടുക്കില്ല, ഇത് നിനക്ക് തരാൻ ദൈവം പറഞ്ഞതാണ്, ഞാൻ ഇഞ്ഞു കൊണ്ടുവന്നിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ വീട്ടിൽ നിന്നൊരു ഫോണ്. എന്താ ഫോണെന്നറിയാമോ? ഇയാളുടെ വീട്ടിൽ ഒരു ഡൈനിങ് ടേബിൾ ഇല്ല. അപ്പൊ അയാൾ ഇച്ചിരി പഴയ കഥ പറയുകയാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ ചെന്നപ്പോ ഒരു കൊച്ചു മേശ അവിടെ കിടന്നു. ഞാൻ ആ മേശ ഒന്ന് അടുപ്പിച്ചിടാൻ വേണ്ടി ഇങ്ങോട്ടത്ത് പിടിച്ചപ്പോഴത്തേക്ക് അതിന്റെ മുകളിൽ വെച്ചിരുന്ന കറിയെല്ലാം കൂടെ കമന്നുപോയി. അപ്പൊ അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി. അദ്ദേഹത്തെ ഭാര്യ അകത്തുനിന്ന് കരച്ചിലാണ്. കാരണം ഒത്തിരി ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അല്പമല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായതിൽ വിഷമിച്ചൊരു ഡൈനിങ് ടേബിൾ ഇല്ലാതെ ഇവരിയ്ക്കുകയാണ്. ആരോടും പറഞ്ഞിട്ടില്ല. ഈ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് നിൽക്കുമ്പോ വീട്ടിൽ നിന്ന് ഫോൺ ഭാര്യയുടേത്. ഓടി വരണം. ഒരാള് ഒന്നാം തരം ഒരു ഡൈനിങ് ടേബിളും അതിന്റെ മേശയും കൊണ്ടുവന്ന് നിൽക്കുന്നു. ഇപ്പൊ നിങ്ങളെ കണ്ടിട്ട് വേണം പോവാൻ, ഓടി വരണമെന്ന്. വിതച്ചാൽ കൊയ്യും, വിതച്ചില്ലേ കൊയ്യത്തില്ല. അങ്ങനെ പഴയ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് പോയിരുന്നെങ്കിൽ അപ്പൊ ഇവിടെ ആളുകൾക്ക് അങ്ങോട്ട് കാശ് കൊടുത്തുള്ള സംഗതി അല്ലിത്. ഇത് ദൈവത്തെ സേവിക്കാൻ ജനുവിനായി ഇറങ്ങിത്തിരിക്കുന്ന മാർഗമാണിത്. ഇത് ദൈവത്തിന്റെ വിടുതൽ അനുഭവിച്ച് കൃപ അനുഭവിച്ച് വരുന്ന മണ്ഡലമാണ്. എനിക്കെന്ത് കിട്ടുമെന്ന ചോദ്യവുമായിട്ടല്ല വരേണ്ടത്. എന്തെനിക്ക് കഷ്ടമുണ്ടായാലും നിന്നെ സേവിക്കും എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ജനത്തിന് അതിന് അനുഗ്രഹം ഉണ്ടാകും. പക്ഷേ കഷ്ടമല്ല അവകാശം. കേട്ടോ, യേശു പറഞ്ഞു യോഹന്നാൻ 16:33, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ദൈവ പൈതലിന് എന്നും കഷ്ടമെന്നാണോ? എന്നും ഞെരുക്കമെന്നാണോ? അല്ലെന്നേ. ഏത് കഷ്ടമുണ്ടായാലും ഞാൻ എടുത്തു പറയുന്നു, കഷ്ടമില്ലാത്ത ഒരാളും ഭൂമിയിലില്ല. എല്ലാ മനുഷ്യനും കഷ്ടമുണ്ട്. ഏത് പണക്കാരനും കഷ്ടമുണ്ട്, ഏത് മനുഷ്യനും കഷ്ടമുണ്ട്. അതിന്റെ മിക്കതിന്റെയും നടുവിൽ പ്രകൃതിയാതീതമായ വഴികൾ സാധാരണ മനുഷ്യനില്ല. എന്നാൽ ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയവന് കഷ്ടത്തിന് നടുവിൽ പ്രകൃതിയാതീത വഴി തുറക്കും. ഏത് കഷ്ടത്തിന്റെയും നടുവിൽ. ആമേൻ. അതിന്റെ പുറത്ത് ദണ്ഡിപ്പിക്കാൻ പിശാച് കയറി വന്നാൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നിരിക്കുന്ന ഒരു നാമമുണ്ട്. ആ നാമത്തിന്റെ ബലത്താൽ, അധികാരത്താൽ പിശാചിനെയും അവന്റെ പ്രവൃത്തികളെയും നിലത്ത് തള്ളിയിട്ട് ചവിട്ടി മെതിച്ച് അതിന്റെ പുറത്തുകൂടെ മാർച്ച് ചെയ്യുന്ന ആത്മീകമായ വലിയ ഒരു സംഭവമുണ്ട്. ആമേൻ. എന്ന് തന്നെയല്ല, 2 കൊരിന്ത്യർ 4-ാം അധ്യായം 17-ാം വാക്യം 18-ാം വാക്യം. 2 കൊരിന്ത്യർ 4:17-18. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടത്തെ എങ്ങനെയാണ് താൻ താരതമ്യപ്പെടുത്തുന്നത്? ഇപ്പോഴത്തെ സ്ഥിതിക്കല്ല, വരാനുള്ള വേറെ ലോകവുമായി താരതമ്യപ്പെടുത്തി നോക്കുകയാണ്. നോക്കിയിട്ട് പറയുകയാണ്, നൊടി നേരത്തേക്കുള്ള, ഇത്ര നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. വലിയ കഷ്ടമാണ് അദ്ദേഹത്തിനുണ്ടായത്, കൊച്ചൊന്നുമല്ല. വലിയ വലിയ കഷ്ടങ്ങളുടെ ലിസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാം നിരത്താൻ ഇപ്പൊ നേരമില്ല. ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമം നിമിത്തം എന്തെങ്കിലും ഒരു കഷ്ടം ഇവിടെ അനുഭവിച്ചെങ്കിൽ, വീട്ടുകാരിൽ നിന്നൊരു പരിഹാസം അനുഭവിച്ചെങ്കിൽ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ, ഒരു ഉപദ്രവം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടുകാർ അത് നിമിത്തം നിങ്ങളെ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കോർട്ട് കേസ് നിങ്ങളുടെ മേൽ കള്ളമായി കെട്ടിച്ചമച്ച് നിങ്ങളെ കൊണ്ടുപോയെങ്കിൽ, ഇവിടെ അതിന് പരിഹാരമുണ്ടെന്ന് മാത്രമല്ല, വരാനുള്ള നിത്യലോകത്തിൽ തേജസ്സിന്റെ നിത്യഘനം, ഭയങ്കര വെയിറ്റ് ഉള്ള ഗിഫ്റ്റ് അവിടെ ചെല്ലുമ്പോ ഇതിനൊരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കഷ്ടം അനുഭവിക്കും. സുഖല്ലേ? അല്ലേ? അല്പനേരത്തേക്കല്ലേ ഉള്ളൂ. നിങ്ങൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ആനന്ദിക്കുന്നു. കാരണം വിട്ടുനിൽക്കുന്ന ദൈവകൃപ കണ്ട് ആളുകൾ അന്തം വിട്ട് നോക്കി നിൽക്കും. നമ്മുടെ കഷ്ടത കണ്ടിട്ട് ചിലപ്പോൾ ഭയങ്കര കഷ്ടങ്ങൾ വരും. പക്ഷെ അതിന്റെ നടുവിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ നിൽക്കുന്ന നിപ്പ് കണ്ടാൽ
മ്ലാനവതരായിട്ടല്ല അവർ നിൽക്കുന്നത്, അവർ ചിരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോഴും അവരുടെ വീട്ടിൽ കയറിയാൽ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദമുണ്ട്. ബാക്കി വീട്ടുകൾ നെടുവീർപ്പുയരുമ്പോൾ, ആ വീട്ടിൽ ആനന്ദം കാണുമ്പോൾ നാട്ടുകാരൻ ചോദിക്കും, ഇവർക്കെന്താ ഒരു പക്ഷേ വട്ടാണോന്ന് തോന്നിപ്പോകും, പക്ഷെ വട്ടിന്റെ ഒരു ലക്ഷണവുമില്ലല്ലോ. അവിടെയുള്ള ദൈവപ്രവൃത്തി കണ്ടാൽ നാട്ടുകാരൻ പറയും, ഈ ജീവിതം കൊള്ളാം, സങ്കടത്തിന്റെ നടുവിൽ ആനന്ദിക്കാനുള്ള മാർഗം ഇതെനിക്കും വേണം എന്ന് വിളിച്ചു പറയത്തക്കവണ്ണം ധൈര്യമായി മുന്നോട്ട് പോകൂ. കഷ്ടത്തെ പുച്ഛിച്ച് തള്ളരുത്, പരിഹസിച്ച് പറയരുത്, എനിക്ക് കഷ്ടം വേണ്ട എന്ന് പറയരുത്. ഒരു കാലത്ത് കുറെ വെളിപ്പാടുകൾ ദൈവം എനിക്ക് നൽകി. കുടുംബമായിട്ട് ഞങ്ങൾ ആ വെളിപ്പാടുകൾ അനുഭവിച്ചു. കുറെ കാലമെടുത്തു. അങ്ങനെ ഒത്തിരി വെളിപ്പാടുകൾ നൽകിയ കൂട്ടത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അവസാനം ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു, ദൈവമേ, കഷ്ടം വേണ്ടാന്ന് ഒരിക്കലും ഇനി പറയത്തില്ല. അതൊരു ഭയങ്കര പ്രിവിലേജാണ്, പദവിയാണ് ഈ കഷ്ടം അനുഭവിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാനേ ഒത്തിരി മലയാള പാട്ടും അത്ര കാര്യമായിട്ട് പാടത്തില്ല. എനിക്ക് പല പാട്ടും പാടുന്നതിന് ഇഷ്ടമില്ല. കഷ്ടം അങ്ങ് തീർത്ത് തരണേ എന്നുള്ള മിക്ക പാട്ടും എനിക്കിഷ്ടമല്ല. കാരണം ഞാൻ പഠിച്ച വേദശാസ്ത്രവും അതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. കഷ്ടം ഇതിന്റെ ഭാഗമാണെന്നും അത് സന്തോഷത്തോടെ അനുഭവിച്ചാൽ അതിന് പ്രതിഫലം ഉണ്ടെന്നുമാണ്. അല്ലാതെ എപ്പോഴും കിടന്ന് നെടുവെറുപ്പിട്ട്, മുമ്പ് ഞാൻ രാവിലെ പറഞ്ഞതുപോലെ കണ്ണുനീർ എന്ന് തീരുമോ, വേദനകൾ എന്ന് മാറുമോ, അങ്ങനൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെ മുഴുവൻ, കണ്ണുനീരിനെ മുഴുവൻ വലിയ നദിയാക്കി തീർക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ദൈവത്തിന്റെ കെറ്റെല്ലാം വലിയ നദിയാക്കി തീർക്കും. കണ്ണുനീരങ്ങ് പൊങ്ങും, ഭയങ്കര ജലാശയമായി തീരും. ഞങ്ങൾ മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരും. ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറാൻ അതൊരു നദിയായി ഞങ്ങൾ നീന്തി അക്കരെ പോകുന്നു. അത്രയ്ക്ക് സുഖമാണെന്നത്. ആമേൻ. ബാക്കി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം ബാക്കി. ആത്മാവ് മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. വാഗ്ദത്തം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ഇത് മരണം വരെ എത്തിച്ചേക്കും, എന്നാലും പേടിക്കരുത്. ഞാൻ ജീവകിരീടം നിനക്ക് തരും. അതാണ് വാഗ്ദത്തം. ജീവകിരീടം നിനക്ക് തരും. ജീവകിരീടം നിനക്ക് തരും. ബാക്കിയോടെ വായിച്ചോളൂ, പിന്നെ വ്യാഖ്യാനിക്കാം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്ത, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ഈ പീഡയെയും ഈ കഷ്ടത്തെയും ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരില്ല. എന്താണ് രണ്ടാം മരണം? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അപ്പൊ ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരില്ല. ഇവിടെ ശരീരത്തിൽ ചിലപ്പോൾ കൊന്നിരിക്കും, കേസ് വന്നിരിക്കും, പിടിച്ചെന്നിരിക്കും, സർക്കാർ അകാരണമായി വിധിച്ച് കൊന്നിരിക്കും. പക്ഷേ ഇതിനെ ജയിക്കുന്നവർക്ക്, ഈ പരീക്ഷയെ ജയിക്കുന്നവർക്ക് രണ്ടാം മരണത്താൽ ദോഷം വരില്ല എന്ന് പറഞ്ഞാൽ അവർ പാതാളത്തിൽ പോവില്ല. തീ പൊയ്കയാണ് രണ്ടാമത്തെ മരണം. അവസാനം മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ, അതാണ് തീപ്പൊയ്ക. ഇവർക്ക് അതുണ്ടാവില്ല. അതിൽ നിന്ന് വിടുതലുണ്ടാവും. ക്രിസ്തുവേശുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയും ഇല്ല. അത് മാറിപ്പോയി. ക്രിസ്തുവിലേക്ക് വന്നാൽ പാതാളത്തെ വിട്ട് ഒഴിഞ്ഞു പോകും. ഇനിയും അതിന്റെ ഒരു സ്ഥിതി നോക്കൂ. ഇവിടെ ദൈവത്തെ സേവിക്കാൻ പോയാൽ ലോകം പറയുന്നു കൊല്ലും, പിശാച് പറയുന്നു കൊല്ലും. അത് പേടിച്ച് നിങ്ങൾ ദൈവത്തെ സേവിക്കണ്ടെന്ന് വിചാരിച്ചാൽ, അല്ല, നിങ്ങൾക്ക് ലോകം അവസാനം എന്തോ തന്നു വിടും. അവസാനം നമുക്ക് തരാൻ ലോകത്തിന്റെ കയ്യിൽ എന്താ സാധനം ഉള്ളത്? മരണമേ ഉള്ളു ലോകത്തിന്റെ കയ്യിൽ. അല്ലാതെ ആരെങ്കിലും ലോകം വിട്ടുപോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മരണത്താൽ അല്ലാതെ വിട്ടുപോയത് കണ്ടിട്ടുണ്ടോ? അവസാനം ലോകത്തിന് തരാനുള്ള സാധനം മരണം. ഏത് മനുഷ്യനും കൊടുക്കാനുള്ള സാധനം മരണം, അല്ലേ? സ്തോത്രം, സ്തോത്രം. എന്നാ നേരത്തെ കൊല്ലുന്നവർ പറഞ്ഞാൽ, ഇവിടെ പറയുന്നത് നീ കൊന്നാൽ ഇവിടെ വെച്ച് നിന്റെ സുഖം വേണമെന്ന് പറഞ്ഞു നടക്കുന്നവന് നീ കൊന്നേ വിടുള്ളൂ. അവൻ അവസാനം രണ്ടാം മരണവും കൂടെ അനുഭവിക്കും. സ്തോത്രം. എന്നെ നീ നേരത്തെ കൊല്ലുമെന്ന് പറഞ്ഞാൽ എനിക്ക് ആ രണ്ടാം മരണം ഇല്ലെന്ന് മാത്രമല്ല, എനിക്ക് കിട്ടുന്നത് ജീവന്റെ കിരീടം.
അപ്പൊ ഏതാണ് സുഖം? ഹല്ലേലൂയ. എന്തായാലും ലോകം കൊല്ലും. നേരത്തെ കൊന്നു. ഞാൻ അങ്ങനെ മാനുഷികമായിട്ട് അങ്ങ് പറയുകയാണ്. എന്നാലും ദൈവത്തിന്റെ ജനത്തെ ദൈവത്തിന്റെ സമയത്തല്ലാതെ കൊല്ലാൻ പിശാചിനെ കൊണ്ട് പറ്റില്ല. പിശാചിന്റെ പ്രവൃത്തികളെ ചെറുത്ത് നിൽക്കുന്ന ഒരു വഴിയുണ്ട്. റൈറ്റ്. അപ്പോ വാഗ്ദത്തം കൊടുത്തിരിക്കുന്നത് ജീവകിരീടം നിനക്ക് തരും. ആമേൻ. ലോകത്തിന്റെ കയ്യിൽ തരാനുള്ളത് മരണം. ഏറ്റവും വലിയ സമ്മാനം തന്നുവിടുന്നത് മരണം. ദൈവത്തിന്റെ കയ്യിൽ സമ്മാനം തരാനിരിക്കുന്നത് ജീവൻ, നിത്യജീവൻ. ആമേൻ. രണ്ടാം സഭ. മൂന്നാമത്തെ സഭയിലേക്ക് വന്നാൽ അടുത്തത് പെർഗമോസിലെ സഭയാണ്. വായിച്ചോളൂ. പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. ആ സഭയിൽ കയറി വരുന്ന അങ്ങനെയാണ്. മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. നോക്കൂ, ഞാൻ അറിയുന്നു. എന്തോ അറിയുന്നു? നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളിടമെന്ന് ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ളത് വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അവരെ കുറിച്ചുള്ള ഗുണം പറയാണ്. ഓക്കെ, കയറി വരുന്ന വഴി നോക്കൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭയങ്കര ഒരു വാളും കൊണ്ടാണ് കയറി വരുന്നത്. ഇരുവായ്ത്തലയുള്ള വാളും കൊണ്ടാണ് കയറി വരുന്നത്. ആ പള്ളിയിലോട്ട് കയറി വരുന്നത് മാത്രമല്ല. നോക്കൂ, അതിന്റെ 15-ാം വാക്യം. അവണ്ണം നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. അടുത്ത്, ആകയാൽ മനസ്സാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. അപ്പൊ വാളും കൊണ്ട് വരുന്നത് മാത്രമല്ല, യുദ്ധത്തിന് കയറി വരികയാണ്. കർത്താവ് സഭ യുദ്ധത്തിന് കയറി വരിക. എന്റെ വായിലെ വാളുകൊണ്ട് നിന്നോട് ഞാൻ പോരാടും. അവരുടെ ജീവിതം ശരിയല്ല. കുറച്ച് ഗുണമുണ്ട്, പക്ഷേ അവരുടെ സ്വഭാവത്തിന്റെ കാര്യം ഞാൻ പറയുകയാണ്. താഴ്ത്തു വരുമ്പോ അവരുടെ ജീവിതം ശരിയല്ലാത്തത് കൊണ്ട് കഠിനമായ വാക്കുകളുമായി നടപടിയുമായി സഭയിൽ കയറി വരിക. വരുന്ന വരവ് കാണുമ്പോഴേ പേടിച്ചു പോകും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വലിയൊരു വാൾ എടുത്തുകൊണ്ട് പള്ളിക്കകത്തോട്ട് കയറി വന്നാൽ അലറി വിളിക്കാത്തവരാരുണ്ടാവും? അത്രയും ഒരു ഇടപാടാണ് ഈ സഭയിലോട്ട് കയറി വരുന്നത്. കർത്താവ് ഒരു വാളും കൊണ്ട് കയറി വരികയാണ്. എന്നാലും കുറെ ഗുണമുള്ളവരവിടെ ഉണ്ട്. എല്ലാവരും അല്ലത്, ഈ കുഴപ്പക്കാരെല്ലാവരും അല്ല, കുറച്ചു പേരുണ്ട് അവിടെ. എന്താ പറയുന്നത് അവരെ കുറിച്ച്? നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, നിഷേധിച്ചിട്ടില്ല. നീ എവിടെയാ പാർക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. എവിടെയാ പാർക്കുന്നത്? സാത്താന്റെ സിംഹാസനം ഉള്ളിടം. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? ഈ പട്ടണത്തിൽ ഒരു വലിയ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അവരുടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ എസ്കലാപ്പിയസ് എന്ന് പറയുന്ന ഒരു ദേവനെയാണ് സേവിച്ചിരുന്നത്. എസ്കലാപ്പിയസ്. അതിന്റെ രൂപം സർപ്പത്തിന്റെ രൂപമായിരുന്നു. അപ്പൊ ഇതിന്റെ മെയിൻ ആസ്ഥാനമാണ് ഈ പറയുന്ന പെർഗമോസ് എന്ന സ്ഥലം. സാത്താന് പല പല കേന്ദ്രങ്ങളുണ്ട്. ചില സ്ഥലങ്ങൾ അയാളുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. അയാളുടെ മെയിൻ ഹെഡ്ക്വാർട്ടർ പാതാളമാണ്. എന്നാലും ഭൂമിയിൽ കുറെ സ്റ്റേഷൻസ് അയാളുടെ ടെമ്പററി ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ അയാളുടെ ചില എട്ടാപ്പീസുകളുണ്ട്. അതിലൊരെണ്ണമാണ് ഈ പറയുന്ന പെർഗമോസ്. അയാൾ ചില മൂത്ത പുള്ളി വെച്ചിട്ടുണ്ട്. ഇയാളുടെ ബലം എപ്പോഴാണെന്നറിയോ? ആളുകൾ അങ്ങോട്ട് കൂടുതൽ പേര് നമസ്കരിച്ചാൽ ഇയാൾക്ക് നല്ല മൂപ്പാണ്. ആളുകൾ നമസ്കരിക്കാനില്ലെങ്കിൽ അയാള് ഒന്നുമല്ല. അപ്പൊ അങ്ങനെ കുറെ കേന്ദ്രങ്ങളുണ്ട്. കണ്ടമാന ആളുകൾ നമസ്കരിക്കാൻ പോകുന്ന ചില കേന്ദ്രങ്ങൾ, അതൊക്കെ ഇയാളുടെ വലിയ ഹെഡാപ്പീസാണ്. അതയാളുടെ ശക്തി ശരിക്കും അങ്ങ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അവിടെയുള്ള സുവിശേഷ വേല എന്ന് പറയുന്നു അത്ര എളുപ്പമല്ല. ചില സ്ഥലത്തൊക്കെ ദൈവത്തിന്റെ വേലയ്ക്ക് പോയാൽ അതിന് തക്കവണ്ണം ഒരുങ്ങാത്തവനാണെങ്കിൽ നിൽക്കാൻ പറ്റില്ല. ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കളി. ചില നാട്ടിലൊക്കെ വിശ്വാസത്തിൽ നിൽക്കുന്ന വലിയ പാടാണ്. പാടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദണ്ഡനം കൊണ്ടുവരും, വീടുകളിൽ ഉപദ്രവം കൊണ്ടുവരും. മാനുഷികമായി മാത്രമല്ല
പലതര ദണ്ഡനങ്ങൾ ശരീരത്തിന് സുഖമില്ലാതാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എപ്പോഴും ഒരു അസ്വസ്ഥത ഇല്ലെങ്കിൽ മറ്റൊരു അസ്വസ്ഥത, ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി പല പ്രശ്നങ്ങൾ കൊണ്ടുവരും. അപ്പൊ ആ ദേശത്ത് നിൽക്കുന്നത് തന്നെ പാടാണ്. കാരണം അയാളുടെ ഡാപ്പീസാണ്. അയാളുടെ ശക്തി ശരിക്കും അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന ഇടമാണ്. ഞാൻ ഒന്നുകൂടെ പറയാൻ, അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ നിൽക്കാൻ വലിയ പാട് തോന്നും. എന്നാൽ അവിടെ നിൽക്കാൻ വഴിയുണ്ട്. അത് വേറൊരു ഭാഗം. അത് നല്ലപോലെ ആത്മയുദ്ധം പഠിക്കണം. സ്തോത്രം. അതിന് വേറൊരു പാഠമുണ്ട്, ആത്മയുദ്ധം. ആത്മയുദ്ധത്തിൽ ദൈവത്തിന്റെ പൈതൽ അറിയണം, മുഴുപാതാളം ഒന്നിച്ചടയോ വന്നാലും ദൈവത്തിന്റെ പൈതലിനെ ജയിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ കർത്താവ് പാതാളത്തെ ജയിച്ചു, പിശാചിനെ തോപ്പിച്ചു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി. ഇയാൾ വലിയ ബലവുമായിട്ട് വരുമ്പോ അങ്ങോട്ട് ചെറുത്ത് നിന്നിട്ട് ഇപ്പൊ നിന്നെ ശരിയാക്കി കളയും നമ്മളോട് പറയുമ്പോ നില്ല അവിടെ എന്നൊരു വാക്ക് പറഞ്ഞാൽ ഈ മൂപ്പും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ചാടി വന്നവൻ ഒരു നിപ്പ് നിൽക്കും. ഓടിക്കോ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞോടും. പക്ഷെ അതിനുള്ള തയ്യാറെടുപ്പ് വേണം. അതറിയണം ഇയാളെ ഓടിക്കാൻ പറ്റുമെന്ന്. എന്നെ തൊടാൻ നിനക്ക് അവകാശമില്ലെന്ന് വിളിച്ചു പറയാൻ കഴിയണം. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിൽ ജീവിക്കാൻ തയ്യാറാവണം. ആത്മീയ ജീവിതത്തിന്റെ അഭ്യാസം എടുക്കാതെ പിശാചിന്റെ ഒരു ചരക്കും കയ്യിൽ കാണരുത്. ഒറ്റ സാധനം പോക്കറ്റിൽ കാണരുത്, വീട്ടിൽ കാണരുത്, എങ്ങും കാണരുത്. പിശാചിന്റെ ഒരു ചരക്കും ഇല്ല. പിശാചിനെ എതിർക്കാൻ എനിക്ക് ജയമുണ്ട്, അധികാരമുണ്ടെന്ന് അറിയാവുന്നവൻ ഓടിക്കോ എന്ന് പറഞ്ഞാൽ ഓടും. പക്ഷെ പിറ്റേ ദിവസം വരും ഇയാള്, അടുത്ത കാര്യം കൊണ്ടുവരും. സ്തോത്രം. അപ്പൊ അങ്ങനെ ഒരു മണ്ഡലം ഉണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞില്ലേ, സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് അവിടുത്തെ നിപ്പ് ഭയങ്കര പാടാണ്. ഇവിടെ എന്താ പറയുന്നത്? സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് ആണ് നീ താമസിക്കുന്നതെന്ന് എനിക്കറിയാം. അവിടെ ആത്മജീവിതം പ്രയാസമാണ്. എങ്കിലും നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ഈ ആത്മീയ ജീവിതം സമ്മതിക്കാതെ കുലുക്കുന്ന കുലുക്കാണ് ഓരോ ദിവസവും. നിന്നെ ഇടുന്ന് കുലുക്കി എറിഞ്ഞുകളയും പിഴുതുകളയും എന്ന് പറയുന്ന കഷ്ടങ്ങളുടെ ഓരോരോ നിരകൾ വന്നാലും നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ധൈര്യമായി പറയാണ്, ഇയ്യോബ് പറഞ്ഞ പോലെ, നീ എന്തോന്നെല്ലാം പണിയും കൊണ്ട് വന്നാലും ഞാൻ ദൈവത്തെ സേവിക്കും. ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല. സ്തോത്രം. നോ മാറ്റർ വാട്ട്, എന്ത് സംഭവിക്കട്ടെ. ഇയ്യോബ് പറഞ്ഞ പോലെ കൊന്നാലും ശരി, ഇത് വിട്ടുമാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ബാക്കി നിങ്ങളുടെ ഇടയിൽ അവിടെ ഒരാളെ കൊന്നു വിശ്വാസം നിമിത്തം, ഒരുത്തനെ വെട്ടിക്കൊന്നു, സാക്ഷിയായവൻ, അവൻ രക്തസാക്ഷിയായി. അങ്ങനത്തെ സ്ഥിതി വന്നപ്പോഴും ഒളിച്ചു പോയില്ലവർ. ഒരു കൂട്ടം ശേഷിപ്പ് അവർ ഒളിച്ചില്ല, അവർ പേടിച്ചില്ല, അവർ തന്റെ ഇടമായി നിന്നവരാണ്. അപ്പോഴേ എവിടെ വിശ്വാസത്തിൽ നിന്നൂടെ? അല്ലേ? ചിലരൊക്കെ പറയാ, അയ്യോ അവിടെ ഒരു രക്ഷയില്ല. സ്തോത്രം. പട്ടാളത്തിൽ പോയാൽ വിശ്വാസത്തിൽ നിൽക്കാൻ ഒന്നും ഒക്കത്തില്ല. അവിടെ ഇങ്ങനെ കൂട്ടുകാർ കള്ളും കുടിച്ച് ഒക്കെ ജീവിക്കുന്ന സ്ഥലമാണ്. പട്ടാളത്തിൽ നിന്നെല്ലാം വന്നിട്ട് വേണം ഇനിയും ദൈവത്തെ സേവിക്കാൻ. എൻ്റെ പൊന്നു സുഹൃത്തെ, ഏത് പട്ടാളത്തിലും ദൈവത്തെ സേവിക്കാം. ആമേൻ. പിശാചിന്റെ ഹെഡാപ്പീസി കയറി സേവിക്കാമെങ്കിൽ പിന്നാണോ വേറെ എവിടെയാ സേവിക്കാൻ മേലാത്തത്? ഇയാളുടെ അങ്ങേയറ്റത്തെ ശക്തി കേന്ദ്രീകരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തും ദൈവത്തെ സേവിക്കാൻ ദൈവത്തിന്റെ പൈതലിന് കഴിയും. അങ്ങനത്തെ ഒരു കൂട്ടം ജനം. പിന്നെ ബാക്കി എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലും വിശ്വാസം നിഷേധിച്ചില്ല. അടുത്തത്, എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. എന്നാലും ഒരു കുറ്റം പറയാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. കണ്ടില്ലേ, ദൈവം വന്നിട്ട് നിന്നെ ഞാൻ വാള് കൊണ്ട് പൊരുത്, നിന്നെ വെട്ടിക്കളയും എന്ന് പറയത്തക്കോണമുള്ള കുഴപ്പമുണ്ട് ഇതിനകത്ത്. എന്താ കുഴപ്പം? ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിനക്കവിടെ ഉണ്ട്. അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? ബിലെയാമിന്റെ ഉപദേശം. ബിലെയാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത് സംഖ്യാപുസ്തകം 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിലാണ്. സംഖ്യാപുസ്തകം 22 മുതൽ 24 വരെ.
ബിലിയാമിനെ പരിചയം ഉണ്ടായിരിക്കും അല്ലേ? ബിലിയാം ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹം കള്ളപ്രവചനം നടത്തുമായിരുന്നില്ല. പ്രവചിക്കുന്നതെല്ലാം സത്യപ്രവചനമാണ്. പ്രവാചകന്മാര് ഒരു വലിയ ശുശ്രൂഷയാണ് ഈ പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത്. ദൈവത്തിങ്കിൽ നിന്ന് കേട്ട് കൃത്യമായി ആ അരുളപ്പാട് മനുഷ്യരോട് പറയുന്ന ജോലിയാണ് പ്രവാചകനുള്ളത്. അപ്പൊ അതൊരു വലിയ ശുശ്രൂഷയാണ്. അത് ആളുകളുടെ ഇടയിൽ വളരെ ബഹുമാനമുള്ള ശുശ്രൂഷയാണ്, അംഗീകാരമുള്ള ശുശ്രൂഷയാണ്. ബിലെയാം അങ്ങനത്തെ പ്രവാചകനായിരുന്നു. പക്ഷെ ഒരു ദിവസം ഇദ്ദേഹത്തെ വേറൊരു രാജ്യത്തെ രാജാവ് കൂലിക്ക് വിളിച്ചു വെച്ച് പറഞ്ഞു, ഇസ്രായേൽ ജനം ഞങ്ങളുടെ നാടിനടുത്തൂടെ പോകുന്നു. ഇവര് ഭയങ്കര ഒരു ശക്തിയാണ്, അവരെ ഒതുക്കാൻ ആരെ കൊണ്ടും ഒക്കത്തില്ല. ഒരു നാട്ടിൽ വന്നാൽ പശു അങ്ങോട്ട് കയറി പുല്ല് തിന്നുന്ന പോലെ എല്ലാത്തെയും തിന്നുകളെ ഇവര്. അതുകൊണ്ട് നീ ഒന്ന് വന്ന് ഇവരെ ഒന്ന് ശപിക്കണം. പൈസ തരാം, നീ ഒന്ന് ശപിക്കണം. പൈസ തരാന്ന് കേട്ടിയപ്പോൾ ഈ പുള്ളിക്ക് സന്തോഷം തോന്നി. കാരണം ജീവിക്കാൻ പൈസ വേണ്ടേ? അപ്പോൾ ഉപദേശിയാന്ന് പറഞ്ഞാലും പൈസ വേണ്ടേ? അതാണ് പുള്ളിയുടെ ശാസ്ത്രം. അപ്പൊ അയാൾ പോയി ദൈവത്തോട് ആദ്യം അയാൾ പറഞ്ഞു, നീ എത്ര പണം തന്നാലും ഞാൻ വരത്തില്ല, പൈസയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞു, ഞാൻ രാജാവ് പറഞ്ഞോട്ടാന്ന് ഓർക്കണം, നീ കൊച്ചു സ്വത്രാഴ്ച എന്നല്ല നിനക്ക് കിട്ടാൻ പോകുന്നത്, നിനക്ക് നല്ല പോലെ സ്വത്രാഴ്ച കിട്ടും, മാനവും സ്ഥാനവും ഒക്കെ കിട്ടും. അതുകൊണ്ട് ആലോചിച്ച് വേണം. ഇദ്ദേഹം പോയി രാത്രി പോയിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ കർത്താവേ, എന്നെ ബാലാക്ക് വിളിച്ചിരിക്കുന്നു, ഞാൻ ഒന്ന് പോട്ടെ കർത്താവേ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു പോകരുത്. അടുത്ത ദിവസം ആള് വന്നു, എന്തോ പറയുന്നു? ഇല്ല, ദൈവം സമ്മതിച്ചില്ല, ഞാൻ വരത്തില്ല. അപ്പോ പിന്നെ ആളെ പറഞ്ഞു വിട്ടു, കൂടുതൽ കാശ് തരാം, സ്ഥാനങ്ങളൊക്കെ തരാം. അപ്പൊ അദ്ദേഹം വീണ്ടും പ്രാർത്ഥിച്ചു, ദൈവത്തോട് ഒന്നുകൂടെ ഒന്ന് സ്പെഷ്യൽ റിക്വസ്റ്റ് നടത്തി നോക്കാം. അങ്ങനെ സ്പെഷ്യൽ റിക്വസ്റ്റ് നടത്തി. എത്ര പറഞ്ഞിട്ടും ഇയാൾക്ക് ഈ പൈസ എന്നൊരു ചിന്ത കയറി കഴിഞ്ഞാൽ പിന്നെ ചിലക്കങ്ങ് ഭ്രാന്ത് കയറുമല്ലോ. അപ്പൊ ദൈവം പറഞ്ഞാലും പിന്നെയും ചോദിച്ചു നോക്കണമല്ലോ. അങ്ങനല്ലേ? കുറച്ചു പേർക്ക് പ്രവചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ തങ്ങൾ ഉദ്ദേശിക്കുന്നത് കേൾക്കുന്നത് വരെ പിന്നെ കേൾക്കണം. അല്ലാതെ ദൈവത്തിന്റെ ഇഷ്ടം കേട്ടവർക്കൊക്കത്തില്ല. തങ്ങളുടെ മനസ്സിൽ ചിന്തയുണ്ട്, അത് വരുന്നവരെ പ്രവചനം. അപ്പൊ അങ്ങനെ അതിനൊക്കെയുള്ള ആളെ മാറി മാറി പ്രവചിപ്പിക്കാൻ നോക്കും. അങ്ങനെ ഈ പുള്ളി അവസാനം ദൈവം നിർബന്ധമാണ് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയാണ് അങ്ങോട്ട് പോയ വഴിക്ക് തടഞ്ഞു നിർത്തി. കഥയൊക്കെ അറിയാമല്ലോ. തടഞ്ഞു നിർത്തി. അവസാനം ദൂതൻ വഴിക്ക് കയറി വാളും പിടിച്ചുകൊണ്ട് വന്നു. കഴുത കണ്ടു, ഇങ്ങേര് കണ്ടില്ല. അവസാനം കഴുത ഇങ്ങനോട് വർത്താനം പറഞ്ഞു. കഴുത പറഞ്ഞു, നീ പോകുന്ന വഴി കുഴപ്പമാ, ദൈവത്തിന്റെ ദൂതൻ നിന്നെ കൊല്ലാൻ നിന്നാണ്, ഞാൻ കിടന്നത് കൊണ്ട് നീ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നീ ഇന്നുണ്ടാവത്തില്ലായിരുന്നു. സ്തോത്രം. അപ്പോഴെങ്കിലും വീട്ടിൽ പോകേണ്ട മനുഷ്യൻ അയാൾ പോയില്ല. കാശിന്റെ കൊതി അത്രയ്ക്ക് ഭയങ്കരമാണ്. ഇയാൾ പോയി പ്രവചിച്ചു. പക്ഷെ പ്രവചനത്തിൽ അയാൾ ആദ്യമേ പറഞ്ഞു, പ്രവചിക്കുന്നതിൽ വിട്ടുവീഴ്ചയൊന്നും ഞാൻ കാണിക്കത്തില്ല. അങ്ങനെ പോയി പ്രവചിച്ചു. എല്ലാം പോയി നോക്കി, ഭയങ്കര അനുഗ്രഹമല്ല കൂടെ പറഞ്ഞു വെച്ചു വന്നു. അങ്ങനെ ദേഷ്യം വന്നു, ബാലാക്കിന് ദേഷ്യം വന്നു. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, അവസാനം അങ്ങേര് പറഞ്ഞു, പോടാന്ന് പറഞ്ഞു, ഇനി മേല നീ പ്രവചിക്കുകയും വേണ്ട, ഒരു ഭയം വേണ്ട, കൊണ്ടുപോകും, നിനക്ക് കാശും തരത്തില്ല, പോയിക്കളാൻ പറഞ്ഞു. അപ്പൊ ഈ പുള്ളി ആലോചിച്ചു, അങ്ങനെ പോയാലോ, എന്തായാലും വന്നതാ, ചില കാശ് കിട്ടിയേ പറ്റുള്ളൂ. അപ്പൊ ഈ പുള്ളി ഒരു പണി പറഞ്ഞു കൊടുത്തു. ഈ പുള്ളി പറഞ്ഞു, ഞാൻ ശപിക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. ദൈവം ഒരുത്തനെ അനുഗ്രഹിച്ചു പോയാൽ ഏത് പ്രവാചകൻ ശപിച്ചാലും അതുകൊണ്ട് പിന്നെ രക്ഷയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒരു പണി പറഞ്ഞുതരാം, ദൈവം ശപിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അതെന്താണ്? അതിന് വഴി അദ്ദേഹം പറഞ്ഞു കൊടുത്തത്, അതെ, ദൈവത്തിന് ഒരു നിയമമുണ്ട്. ദൈവത്തിന്റെ നിയമം അനുസരിച്ച് ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ, വേറെ ആരെയും നമസ്കരിച്ചുകൂടാ. പിന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ദൈവത്തിന് ചില കർശനങ്ങളുണ്ട്. അത് ഈ വിഗ്രഹത്തിന് കൊടുത്തതൊന്നും ദൈവത്തിന്റെ ആളുകൾ കഴിച്ചുകൂടാന്ന് കർശന നിയമമുണ്ട്. വിഗ്രഹത്തിന് കൊടുത്തതെന്ന് പറഞ്ഞാൽ തിരിയുമോ? ഈ കുറെ ആളുകൾക്ക് ആദ്യം ഈ ആഹാരം എടുത്തും വെച്ച് ഒരംശം അവരുടെ ദൈവത്തിന് കൊടുത്തിട്ട് വേണം വിളമ്പാൻ. അപ്പൊ ദൈവത്തിന് കൊടുക്കാതെ അവര് വിളമ്പത്തില്ല. അപ്പൊ ആദ്യം ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ച് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ബാക്കിയാണ് വിളമ്പുന്നത്. അത് നമ്മുടെ ദൈവത്തിന് പണക്കാം, ജീവനുള്ള ദൈവത്തിന് പേക്കാം. കാരണം ആരാ സത്യദൈവം? അവിടുന്ന് ഒരാളേ ഉള്ളൂ.
അപ്പൊ അതിന്റെ പേര് വിഗ്രഹാർപ്പിതം എന്നാണ്. അത് തിന്നാൽ ദൈവം വണങ്ങും. ഇത് ഇവരോടുള്ള കർശന നിയമമാണ്. അത് ഈ ബിലയാമിനറിയാം. ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഒരു ഇച്ചിരി വാക്യം ഒന്ന് വായിച്ചേക്കാവോ? പുറപ്പാട് പുസ്തകം 34 അധ്യായം 15 വാക്യം 16 വാക്യം. ആ ദേശത്തിലെ നിവാസികളോട് ഉടമ്പടി ചെയ്യുകയും അവരുടെ ദേവന്മാരോട് അവർ പരസംഗം ചെയ്ത് അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ നിന്നെ വിളിക്കുകയും നീ ചെന്ന് അവരുടെ ബലികൾ തിന്നുകയും അവരുടെ പുത്രിമാരിൽ നിന്ന് നിന്റെ പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും അവരുടെ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരോട് പരസംഗം ചെയ്യുമ്പോൾ നിന്റെ പുത്രന്മാരെ കൊണ്ട് അവരുടെ ദേവന്മാരോട് പരസംഗം ചെയ്യിക്കുകയും ചെയ്യുവാൻ ഇടവരരുത്. കർശന നിയമം കൊടുത്തതാണ്. രണ്ട് കാര്യമാണ്. നിന്റെ വീട്ടിലെ ആമ്പിള്ളേർ പോയി അവിടുത്തെ പെമ്പിള്ളേരെ കെട്ടരുത്. ദൈവമക്കളല്ലാത്ത അന്യജാതിക്കാരുടെ വീട്ടിലെ പെമ്പിള്ളേരെ കെട്ടിക്കൊണ്ട് വരരുത്. വന്നാൽ കുഴപ്പമുണ്ടാവും. പെണ്ണ് പറയുന്നതിൽ ആണ് പോവും. അങ്ങനെയാണ് ഭൂമിയുടെ ചരിത്രം. അങ്ങനെയാണ് പണ്ട് തൊട്ട് ഇന്ന് വരെ ചരിത്രം അതാണ്. അങ്ങനെ കൊണ്ടുപോകരുത്. അപ്പൊ പെണ്ണിനെ കൊണ്ടുവരുതെന്ന് മാത്രമല്ല, ഇവിടുത്തെ പെണ്ണിനെ അങ്ങനെ കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യരുത്. രണ്ടുമുണ്ട്, കർശനമുണ്ട്. പിന്നെ ബലികൾ തിന്നാൻ പോകരുത്. അപ്പൊ കല്യാണ കാര്യത്തിൽ കർശനം പാലിക്കണം. ആരാധന കാര്യത്തിലും ഈ ഭക്ഷണ കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ദൈവത്തിന്റെ കർശന നിയമമാണ്. ആവർത്തിച്ച് പല ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വാക്കും കൂടെ പറയുന്ന നേരം അല്ലല്ലോ ഇപ്പോഴേ. റൈറ്റ്. അപ്പൊ ബിലയാം പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയാം? ഞാൻ ഒരു പണി പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ചാൽ ഒന്ന് വായിച്ചിട്ട് പറയാം. സംഖ്യാപുസ്തകം 31 അധ്യായം. സംഖ്യ 31 15 16. നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നു. ഇവരത്രേ പെയോരിന്റെ സംഗതിയിൽ ബിലയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും. കണ്ടില്ലേ? ബിലയാമിന്റെ ഉപദേശത്താൽ അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്. ബിലയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യാൻ സംഗത വരുത്തിയത് ഇവരാണ്. ഇനി ബിലയാമിന്റെ ഉപദേശം എന്താണ്? നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചിടത്ത് തന്നെ പറഞ്ഞിരിക്കുന്നു. എന്താണ് ബിലയാമിന്റെ ഉപദേശം? രണ്ട് കാര്യമാണ്. എന്താണ്? വിഗ്രഹാർപ്പിതം തിന്നുക, ദുർനടപ്പ് ആചരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ കാര്യം. അവിടുന്ന് പോയി കെട്ടരുത്, വിഗ്രഹാർപ്പിതം തിന്നരുത്, ഈ രണ്ട് കാര്യം. അപ്പൊ ബിലയാം പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഒരു പണി പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ചാൽ, ഇസ്രായേൽ ഇങ്ങോട്ട് വരികയല്ലേ, അപ്പോഴേ നിങ്ങൾ ഇവരെ പാർട്ടിക്ക് വിളിക്കണം. ഞാൻ ഇന്നത്തെ ഭാഷയ്ക്ക് പറയാം, പാർട്ടിക്ക് വിളിക്കണം. തിന്നാൻ വിളിച്ചാൽ ഇഷ്ടമില്ലാത്ത മനുഷ്യനാരാ? തീറ്റി ഇഷ്ടം പോലെ ഇനി ഉണ്ടെന്ന് പറഞ്ഞാലും വല്ലവരും പാർട്ടിക്ക് വിളിച്ചാൽ നമ്മൾ പോകത്തില്ലേ? പണക്കാരാന്നേലും പോകത്തില്ലേ? അങ്ങനെ ഒരു വശ്യത ഈ തീറ്റിക്കൊണ്ട്. അപ്പൊ അവരോട് പറഞ്ഞു, പാർട്ടി വെക്കണം. പാർട്ടി വെക്കുമ്പോ അവരെ വിളിച്ചാൽ അവര് വരും. അത് മനുഷ്യന്റെ പ്രശ്നമാണ്, അവര് വരും. അപ്പൊ നിങ്ങളുടെ ആഹാരം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദേവന് കൊടുത്തതിന്റെ ബാക്കിയാ. ഇതവര് തിന്നു കഴിയുമ്പോഴത്തേക്ക് അവരുടെ ദൈവം അവരോട് കോപിക്കും. അപ്പൊ നമ്പർ 1. നമ്പർ 2, ഈ പിള്ളേർ വരുമ്പോ നിങ്ങളുടെ പെൺപിള്ളാരെ നല്ല സെക്സി ആയിട്ട് ഡ്രസ് ചെയ്ത് ഒരുക്കി നിർത്തി, ഞാൻ ഇന്നത്തെ ഭാഷയ്ക്ക് പച്ചക്കങ്ങ് പറയാം, സെക്സി ആയിട്ട് ഒരുക്കി നിർത്തിയേക്കണം. ഏത് ചെറുക്കൻ കണ്ടാലും നിങ്ങളുടെ പെണ്ണിന്റെ മേൽ കണ്ണു വെക്കണം. അവന് ഇഷ്ടപ്പെടത്തക്കോണം, അവനെ വശീകരിക്കത്തക്കോണം നിർത്തണം. പിന്നെ ഏതൊരു പെണ്ണിനെ പിടിച്ചോണ്ട് പോയാലും വിട്ടേക്കണം. മിണ്ടിയേക്കരുത്, എതിര് പറഞ്ഞേക്കരുത്. ഇവൾ ഒരുത്തി അവിടെ ചെന്നേച്ചാ മതി, ഇതെല്ലാം കൂടെ മുടിച്ചോളും. ഇതാണ് ഉപദേശം 2. പിശാചിന്റെ 2 ഉപദേശമാണ്. വലിയ ഉപദേശമാണ്. കേക്കണേ. ഈ ബിലയാം പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തു. അവര് പെരുന്നാൾ വെച്ചു, ഇവരെ ഊണിന് വിളിച്ചു, ഇവര് വന്നു, സുഖമായിട്ട് തിന്നിട്ട് പോയി. വന്നപ്പോ ഈ പറഞ്ഞതുപോലെ പെൺപിള്ളേരെ ആകർഷകമായി വസ്ത്രധാരണം ചെയ്ത് നിർത്തിയിരുന്നു. അവനവന് തോന്നിയതിനെ പിടിച്ചോണ്ട് പോയി, ഇവര് കൊടുത്തും വിട്ടു. അങ്ങോട്ട് എന്നപ്പോഴത്തേക്ക് ഒറ്റ ദിവസം കൊണ്ട് 24,000 എണ്ണം ഇസ്രയേലിൽ ചത്തു. ഒറ്റ ദിവസം കൊണ്ട് 24,000 people died one day. ദൈവം കോപിച്ചു. അപ്പൊ എന്താ ബിലയാമിന്റെ ഉപദേശം? ബിലയാമിന്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ വലിയ ജീവിതത്തിന് വലിയ കർശനമൊന്നും വെക്കരുതെന്നേ. എന്തോന്ന് വിശുദ്ധി? ഭൂമിയിലല്ലേ ജീവിക്കുന്നത്?
ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന അങ്ങനെയുള്ള വിശുദ്ധി ഒന്നും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വല്ലതൊക്കെ തിന്നണമെന്നേ, സുഖമായിട്ട് തിന്നണം. കല്യാണക്കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ എപ്പോഴും അങ്ങ് വലിയ ആത്മീയം എല്ലാം പറഞ്ഞു നടന്നാലും കല്യാണക്കാര്യം നടക്കില്ല. ഇന്നത്തെ ഭാഷയ്ക്കൊക്കെ ഞാൻ ചില വർത്താനം പറയാം. ഇന്നത്തെ കാലത്ത് പഠിച്ച കാലമൊക്കെ അല്ലേ, പഠിച്ച കാലത്ത് പഠിച്ച പണി നല്ല പഠിച്ച ചേർക്കാനൊക്കെ കിട്ടണ്ടേ, വേണ്ടേ? അപ്പൊ അതിനുള്ള പിള്ളേർ നിങ്ങളുടെ കണ്ടെന്നിരിക്കില്ല. അതൊക്കെ വേറെ ഒരിടത്തൊക്കെ നോക്കണമെന്നേ. എന്തോന്ന് ഇത്ര നിങ്ങൾ വല്ല ആത്മീയമൊക്കെ പറയുന്നത്? ആത്മീയമൊക്കെ പിന്നുണ്ടാവും. പിള്ളേർക്ക് ചേർന്ന് ചെറുക്കനെ വേണ്ടേ, ചെറുക്കന് വരുന്ന പെണ്ണിനെ വേണ്ടേ? എവിടെ കിട്ടുമെന്ന് വെച്ചാൽ അവിടെ പോയി നോക്കണം. അല്ല നിങ്ങൾ സ്വോത്രം പറഞ്ഞുകൊണ്ടിരുന്നാ വല്ലതും കാര്യം നടക്കുവോ? എന്തോന്ന് വേർപാടെന്ന് അവർ കുറെ ഉപദേശം കൊണ്ടിറങ്ങിയിരിക്കുന്നു. വേർപാട്, ഇതാണ് ബിലയാമിന്റെ ഉപദേശം. അങ്ങനെ വലിയ വേർപാടെന്നും പറഞ്ഞ ഉപദേശമൊന്നും ഒക്കില്ല. ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തിനൊത്ത് ജീവിക്കണം, അതാണ് സംവിധാനം. പക്ഷേ ഞാൻ പറയുന്ന ദൈവം, ഈ വേദപുസ്തകം പറയുന്ന ദൈവം കർശന ഉപദേശക്കാരനാണ്, വിട്ടുവീഴ്ചയില്ലാത്ത ഉപദേശക്കാരനാണ്. വേർപാടെന്ന് പറഞ്ഞാൽ ദൈവത്തിന് പണ്ട് കാലം തൊട്ട് നിത്യകാലം വരെ നിർബന്ധമാണ്, അല്ലേ? ദൈവം വെളിച്ചവും ഇരുട്ടും തമ്മിൽ വേർതിരിച്ചില്ലേ? ഇസ്രായേലിന് കർശനമായി കൊടുത്ത നിയമമല്ലേ ഞാൻ പറഞ്ഞത്? വേർപാട്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14 മുതൽ ഒന്ന് വായിക്കണം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14 മുതൽ 7-1 വരെ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കർശന നിയമം. അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്. പിന്നെ നീതിക്കും അധർമ്മത്തിനും, ന്യായം പറയാണ്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. വെളിച്ചത്തിന് ഇരുളോട് എന്തോട് കൂട്ടായ്മ? വെളിച്ചം ഇതിലും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒന്നുമില്ലല്ലോ. പിന്നെ ക്രിസ്തുവിനും ബലിയാലിലും തമ്മിൽ, വിഗ്രഹവും തമ്മിൽ എന്ത് സാമ്യം? അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോ. അങ്ങനെയാണെങ്കിൽ വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിക്കും? ദേവാലയത്തിൽ വിഗ്രഹം ഉണ്ടോ? പാടില്ലല്ലോ. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അതുകൊണ്ട് ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. അടുത്ത് ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്തു. ലിസൺ, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവായിരിക്കും, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവീൻ. ആമേൻ. സ്തോത്രം. ദൈവ വെളിപ്പാടിന്റെ ഏറ്റവും പ്രധാനമായ വെളിപ്പാട് ലേവ്യ പുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. 1 പത്രോസ് 1-ാം അധ്യായം 15-16 വാക്യം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരായിരിപ്പീൻ. വ്യർത്ഥവും പാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടത്രേ. ദൈവത്തിനോട് താമസിക്കണോ? വിശുദ്ധരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സിമ്പിൾ ട്രൂത്ത്. ഞാൻ നാടൻ മലയാളത്തിൽ പറഞ്ഞ ദൈവം ഭയങ്കര വിശുദ്ധനാണ്, ഭയങ്കര വൃത്തിക്കാരനാണെന്ന് നമുക്കറിയാവുന്ന ഭാഷയ്ക്ക് പറയാം. ദൈവത്തിന് ഭയങ്കര വൃത്തിയാ. അപ്പോ വൃത്തിയുള്ളവർക്കല്ലേ ദൈവത്തിനോട് താമസിക്കാൻ പറ്റുള്ളൂ, അല്ലേ? വൃത്തിയില്ലാത്തവനെ ദൈവത്തിന്റെ വീട്ടിൽ അങ്ങനെ കയറ്റും? മുഴുവൻ ചവിട്ടി തേച്ച് നശിപ്പിക്കത്തില്ലേ? സ്തോത്രം. മണവാളൻ ഭയങ്കരം വിശുദ്ധി, എപ്പോഴും കുളിച്ച് തയ്യാറായി ടിപ് ടോപ്പ് പൂശിയൊക്കെ നടക്കുന്നവൻ. മാസത്തിലൊരിക്കൽ മാത്രം കുളിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടിയാലുള്ള സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് പോയി. അവളെ കൊണ്ട് താമസിക്കാൻ പറ്റുമോ? അവളെ മുറി കയറ്റാൻ കൊള്ളാവോ? അപ്പൊ അവന് ചേരുന്ന പെണ്ണിനെ വേണ്ട കെട്ടാൻ. അപ്പൊ ദൈവത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണം ദൈവം പറയാണ്? ദൈവം സർവ്വസമയവും വിശുദ്ധൻ. വിശുദ്ധി ഇല്ലാത്ത ഒരെണ്ണത്തിന് അവിടെ കയറ്റാൻ പറ്റുമോ?
അവിടെ ദൈവം പറയാണ് പുറപ്പെട്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. റൈറ്റ്. അപ്പൊ വേർപാടെന്ന ഉപദേശം ഒത്തിരി പേർക്ക് ഇഷ്ടമല്ലെങ്കിലും പൊന്നു സഹോദരങ്ങളെ, ഇത് ദൈവത്തിന്റെ ഉപദേശമാണ്. ഭയങ്കര കർശന ഉപദേശമാണ്. സ്തോത്രം. അതിന് ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ആമേൻ. അതിന്റെ ഒരു ഭാഗം ഞാൻ പറയാം, മറുഭാഗം പിന്നെ പറയാം. ഒരു ഭാഗം ഇപ്പൊ കുറെ ആളുകൾക്കറിയാം മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം. ഒത്തിരി ആളുകൾക്ക് ഇപ്പൊ പരിചയമാണ്. എവിടെ നിന്നൊക്കെയോ കേട്ടു മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം. സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് കുറേയൊക്കെ ആളുകൾക്ക് ബോധമായി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പല ക്രിസ്ത്യാനികളും ഓടി നടന്ന് സ്നാനപ്പെടാൻ തുടങ്ങി എന്ന് ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അത് അത്യാവശ്യമാണ്. അതില്ലാതെ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ നിൽക്കുന്നിടത്ത് ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ സമ്മതിക്കുന്ന എവിടെങ്കിലും പോയി ഞാൻ അനുസരിക്കും. എന്നാലും ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ സമ്മതിക്കാത്തടത്തെ ഞാൻ നിൽക്കും. അതല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇനി അതിന്റെ ലോജിക്ക് എനിക്കൊന്ന് പറഞ്ഞ. അപ്പൊ ദൈവത്തിന്റെ വചനം അനുസരിക്കാത്ത പുള്ളി തരുന്ന കുർബാനയെ ഞാൻ എടുക്കുകയുള്ളൂ. ഈ ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തവരോട് ഞാൻ പാട്ട് പാടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് യുക്തിക്ക് ചേരുന്ന കാര്യമാണെന്ന് ഈ പറയുന്നത്? അതൊന്ന് പറ. ആദ്യം നിങ്ങളെന്നൊന്ന് ചിന്തിക്കും, ചിന്തിച്ചിട്ട് പറ. അല്ലേ? ഓക്കെ, അതത്രേ. ബാക്കി നിങ്ങൾ പറഞ്ഞോളൂ. പിന്നെ ദൈവത്തിന് കല്യാണ കാര്യത്തിൽ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. കല്യാണ കാര്യത്തിൽ ദൈവത്തിന്റെ പൈതലുമായി മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് കർശന നിയമമാണ്. യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ദൈവത്തിന്റെ നിയമം ഇതാണ്. അല്ല തോന്നുമ്പോ തോന്നുന്നിടത്ത് കെട്ടിച്ചു കൊടുത്താ ബാക്കി വരുന്നെല്ലാം അനുഭവിച്ചും വെച്ച് പിന്നെ കുറെ നാൾ തലേ കൈയും വെച്ചും വെച്ച് അയ്യോ പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് വന്നിട്ട് ഗുണമൊന്നുമില്ല. ഇത് കെട്ടിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഞാൻ ഉള്ളതാണ് പറയുക. ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായി പോയി ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വല്ല വാച്ച് കെട്ടരുത്. സ്തോത്രം. എന്നാലും കുറെ പേർ അങ്ങനെ തന്നെ പോകും. അങ്ങനെ തന്നെ പോകുമ്പോൾ ദൈവം എന്തെന്നറിയാം, ചിലരെ അടിക്കുന്നത് അങ്ങ് നിർത്തും. അങ്ങനെയാണ് റോമാലേഖനം 1-ാം അധ്യായം പറയുന്നത്. അടിക്കുന്നത് അങ്ങ് നിർക്കും. അടിക്കുന്നത് അങ്ങ് നിർത്തി വെച്ച് എനിക്ക് ഇഷ്ടമുള്ള വഴിക്ക് പോയിക്കോളാൻ പറയും. അതെന്തിനാണെന്നറിയോ? അവസാനം നിന്നെ പിടിച്ചോളാം. അവസാനത്തെ പിടിയാണ് ഭയങ്കര പിടി. ആ പിടിച്ചെടുത്ത് പിന്നെ പാതാളത്തിലോട്ടാണ് കൊണ്ടിടുന്നത്. വേർപാടെന്ന് പറഞ്ഞ കർശന ഉപദേശമാണ്. ആരാധനയ്ക്ക് മാത്രം വേർപെട്ടാൽ പോരാ, ജീവിതത്തിൽ വേർപാട് വരിക്കണം. കണ്ടില്ലേ? അശുദ്ധമായത് ഒന്നും തുടരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒറ്റ സാധനം തൊട്ടു പോകരുത്. അരുതാത്ത ഒറ്റ ബന്ധമരുത്. അരുതാത്ത ഒറ്റ വാക്ക് പാടില്ല. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളണം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അവരുടെ കർശനമായി പറയുകയാണ്, മാനസാന്തരപ്പെടുക, ഈ സ്ഥിതിക്ക് ഭേദം വരുത്തുക, അല്ലെങ്കിൽ ഞാൻ എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. അതിനിടയ്ക്കൊരു വാക്കുണ്ട്, നിക്കോലാവ്യരുടെ ഉപദേശം നീ പിടിച്ചിരിക്കുന്നു. നിക്കോലാവ്യരുടെ ഉപദേശം എന്നുള്ളത് ആളുകൾക്ക് പല അഭിപ്രായമാണ്. എങ്കിലും ഒരു വിഭാഗം പറയുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ ലൂസ് ലിവിങ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വാട്ട് ഈസ് ഇറ്റ് ആഫ്റ്റർ ഓൾ, ലോക ജീവിതം അല്ലേ, ഇങ്ങനൊക്കെ ഒക്കെ ഉള്ളൂ എന്ന് പറയുന്ന വലിയ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ദാറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓക്കേ, വി ഡോണ്ട് കെയർ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ. അത് വേറെയും അഭിപ്രായങ്ങൾ അതിനകത്തുണ്ട്. എങ്കിലും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ അവിടെ വിടുകയാണ്. 17-ാം വാക്യം, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് നിർദ്ദേശങ്ങൾ. ഇനിയും വാക്തത്വം നോക്കൂ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. അതെന്താണെന്നറിയാം? ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മർമ്മമാണ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 9-ാം അധ്യായം 4-ാം വാക്യം. പിന്നെ മോശ യഹോവ കൽപ്പിക്കുന്ന കാര്യമാവിത്,
ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു. തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെക്കണം. ബാക്കി അഹരോനോട് മോശെ ഒരു പാത്രമെടുത്ത് അതിൽ ഒരു ഇടങ്ങഴി മന്നായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുൻപാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. യഹോവയുടെ മുൻപാകെ വെച്ചുകൊള്ളണം. യഹോവയുടെ മുൻപാകെ വെച്ചുകൊള്ളണം എന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം 9-ാം അധ്യായം 4-ാം വാക്യം. മന്നായിട്ട് വെച്ച പൊൻപാത്രം. എബ്രായർ 9:4. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകകളും ഉണ്ടായിരുന്നു. ദൈവം ഇരിക്കുന്ന മുറി ഉണ്ടായിരുന്നു. പണ്ടത്തെ ദേവാലയത്തിന്റെ കാര്യം പറയാ. ഞാൻ പറഞ്ഞില്ലേ, 3 മുറി, 2 മുറി, തുറസായ ഒരു മുറ്റം. ഒരു മുറി അന്തർമുറിയിൽ ദൈവം ഇരിക്കുന്ന മുറിയാണ്. അത് വേറെ ആരും കയറിക്കൂടാ. ദൈവം ഇരിക്കുന്ന മുറി എന്ന് പറഞ്ഞാൽ അസൽ സിംഹാസനം എന്ന് പറയുന്നത് ഈ നിയമപ്പെട്ടകം എന്ന് പറയുന്നതാണ്. അതൊരു പെട്ടി പോലൊരു സാധനമാണ്. പ്രത്യേക മെഷർമെന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പെട്ടിയാണ്. ആ പെട്ടിക്ക് ഒരു മൂടിയുണ്ട്. പെട്ടിക്ക് പറയുന്നത് നിയമപ്പെട്ടകം, മൂടിക്ക് പറയുന്ന പേര് കൃപാസനം. അപ്പൊ നിയമപ്പെട്ടകത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന മൂടിയാണ് കൃപാസനം. ആ നിയമപ്പെട്ടകം മാത്രമേ ദൈവം ഇരിക്കുന്ന മുറിയിലുള്ളൂ. അതാണ് ദൈവത്തിന്റെ സിംഹാസനം. അതിന്റെ മുകളിലാണ് ദൈവത്തിന്റെ തേജസ് അക്ഷരാർത്ഥത്തിൽ വന്നിറങ്ങി താമസിക്കുന്നത്. അത് സ്ഥിരം അവിടെ ഉള്ളതാണ്. അപ്പൊ ആ പെട്ടകത്തിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ ഒന്നാണ് മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. പക്ഷേ ആ മുറിയിൽ ആരും കയറിക്കൂടാ. അതിന്റെ മൂടി പൊക്കിക്കൂടാ. അത് കണ്ണാടി കൂടല്ല, സൈഡിൽ കൂടെ കാണത്തക്ക വേണം. തടി കൊണ്ടുണ്ടാക്കി മുഴുവനും പൊന്നു പൊതിഞ്ഞതാണ്. അപ്പൊ അതിനകത്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ് മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. ആർക്കും കണ്ടുകൂടാ. ഒന്നുകൂടെ ഞാൻ പറയാണ്, അതിനകത്തുണ്ട്. പക്ഷെ ഒരു മനുഷ്യനും അത് കണ്ടുകൂടാ. കാണാതെ മൂടി വെച്ചിരിക്കുകയാണ്, മറച്ചു വെച്ചിരിക്കുകയാണ്. അതിനകത്ത് മറഞ്ഞിരിക്കുകയാണത്. എന്താണെന്നോ മന്നയുടെ ദൂത്? മന്നയുടെ ദൂത് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോ ദീർഘമായ യാത്രയാണ്. അത്രയും കാലം ദൈവം ഉദ്ദേശിച്ചില്ലെങ്കിലും അവരുടെ അവിശ്വാസ നിമിത്തം കാലം നീണ്ടുപോയി. 40 ദിവസം കൊണ്ടെല്ലാം ക്ലോസ് ചെയ്യാമായിരുന്നു. പക്ഷെ അവിശ്വാസ നിമിത്തം 40 വർഷം യാത്ര ചെയ്യേണ്ടി വന്നു. ഈ 40 വർഷവും ജനത്തിന് കഴിക്കാൻ ആഹാരം വേണം. ആഹാരം കഴിക്കാൻ ഇവർ യാത്രയാണ്. കൃഷി ചെയ്യാൻ സ്വന്തം സ്ഥലമില്ല. കൃഷി ചെയ്യാൻ അവരോടത്ത് താമസിക്കുന്നില്ല. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. അപ്പൊ അവർ കഴിക്കാൻ ആഹാരം വേണം. അവർ കാശും കൊണ്ടിറങ്ങി തിരിച്ച മുതലാളിമാരല്ല. ആണെങ്കിലും 40 വർഷത്തേക്കുള്ള കാശ് ആരുടെ കയ്യിലിരിക്കുന്നു? തന്നെയല്ല, ഇവർ കുറച്ച് ജനമല്ലല്ലോ. 6 ലക്ഷം പ്രായപൂർത്തിയായ പുരുഷന്മാരുണ്ടായിരുന്നു. അവരുടെ ഭാര്യമാർ, അവരുടെ കുട്ടികൾ എല്ലാം കൂടി വലിയ ഒരു സംഖ്യയുണ്ട്. 10, 30, 40 ലക്ഷം ഓർ മോർ ആളുണ്ടാവും. അപ്പൊ ഇത്രയും ആളുകൾക്ക് ഏത് നാട്ടിൽ പോയാലാ ഭക്ഷണം കിട്ടുന്നത്? കോഴിക്കോട് ഇത്രയും വലിയ പട്ടണമായി. ഇന്നും 40 ലക്ഷം ആള് വന്ന് ഇവിടെ നിറങ്ങട്ട് കൊടുക്കാനുള്ള ഹോട്ടൽ ഇവിടെ ഉണ്ടോ? 1 ലക്ഷം പേർക്ക് കൊടുക്കാനുള്ള ഹോട്ടൽ ഇന്ന് ഇവിടെ കാണില്ലല്ലോ. അപ്പൊ ഇത്രയും ജനത്തിന് ആഹാരം കൊടുക്കാൻ എവിടെ ഹോട്ടൽ? തന്നെയല്ല, വാങ്ങിക്കാൻ പണം എവിടെ? പക്ഷെ ഈ ജനത്തിന് മുഴുവനും ദൈവം ആഹാരം കൊടുത്തു. ദൈവം കൊടുത്തു. എല്ലാ ദിവസവും കൊടുത്തു. വയറ് നിറച്ചു കൊടുത്തു. വെറും റേഷൻ അല്ല. ഓരോ ദിവസവും ഓരോരുത്തന് ഓരോ ഇടങ്ങഴി വെച്ച് വയറ് നിറച്ച് തിന്നണം. ഒന്നാന്തര ആഹാരം, സൂപ്പർ ആഹാരം. ആ ആഹാരം കഴിച്ച കാലത്ത് 40 വർഷം ഒറ്റ സോക്കേട് ഒരെണ്ണത്തിന് വന്നില്ല. കണ്ടില്ലേ? അത്രയും സൂപ്പർ ആഹാരം. നമുക്ക് 40 വർഷം ഒരു സോക്കേടും വന്നില്ല എന്ന് പറയുന്ന താരിരിപ്പുണ്ട്. നല്ല പോലെ തിന്നു തുടങ്ങിയപ്പോഴത്തേക്ക് സോക്കേട് കൂടിയതല്ലേ ഉള്ളൂ, അല്ലേ? തിന്നാൻ കുറച്ചുണ്ടായിരുന്ന കാലത്ത് ഇത്ര സോക്കേട് ഇല്ലായിരുന്നു. ഇപ്പൊ തിന്നാൻ നല്ല പോലെ ഉണ്ടായ കാലത്ത് തിന്നാൻ മേലാതെ വണ്ണം സോക്കേട്. എന്നാൽ അവർക്ക് 40 വർഷം വയറ് നിറച്ച് തിന്നിട്ട് ഒരുത്തൻ അസുഖം വന്നില്ല. അത്രയ്ക്ക് ഒന്നാന്തരം ഭക്ഷണം ദൈവം കൊടുത്തു. ആര് കൊടുത്തു? അവര് കൃഷി ചെയ്തോ? ഇല്ലല്ലോ.
അടുത്ത നാട്ടുകാരൻ സഹായിച്ചോ? ഇല്ലല്ലോ. ഓരോ ദിവസം ഓരോരുത്തർ ഗിഫ്റ്റ് കൊണ്ടുവന്നോ? ഇല്ലല്ലോ. ആകാശം തുറന്നു ദൈവം ഈ ജനത്തെ പോഷിപ്പിച്ചു. കൃഷിഭൂമി ഇല്ലാതെ ദൈവം ഇവരെ പോഷിപ്പിച്ചു. മഴയില്ലാതെ ദൈവം ഇവരെ പോഷിപ്പിച്ചു. മഞ്ഞില്ലാതെ ദൈവം ഇവരെ പോഷിപ്പിച്ചു. ഭൂമിയിൽ ഒരുത്തന്റെ പിന്തുണയില്ലാതെ ദൈവം ഇവരെ പോഷിപ്പിച്ചു. മന്നയ്ക്ക് പറയാനുള്ളത്, ജനമേ കേൾക്കൂ, ഞാൻ എൻ്റെ ജനത്തെ പുലർത്തും. ഏത് കാലത്തും ഞാൻ എൻ്റെ ജനത്തെ പുലർത്തും. ഒരു ജാതിയുടെയും പിന്തുണ എനിക്ക് കിട്ടിയില്ലെങ്കിലും എൻ്റെ ജനത്തെ ഞാൻ പുലർത്തും, ഞാൻ തോൽക്കില്ല എന്ന് വിളിച്ചു പറയുന്ന വലിയ ദൂതാണ് മന്നായുടെ ദൂത്. സ്തോത്രം. ഒന്നുകൂടെ പറയാണ്, പക്ഷെ ഇത് കാണില്ലല്ലോ. ഇതെല്ലാം കണ്ടും വെച്ച് ദൈവം തരും എന്ന് പറയത്തക്കവണ്ണം കാണാൻ പറ്റാത്തവണ്ണം ഇത് മറച്ചു വെച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് ഈ പറയുന്ന ദൂതുണ്ടെന്നറിയാമോ? അന്തരംഗത്തിൽ വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞുകൊള്ളൂ, ഇല്ല ഞാൻ തോൽക്കില്ല, ഇല്ല ഞാൻ പട്ടിണി കിടക്കുകയില്ല, ഇല്ല ഞാൻ പരാജയപ്പെടുകയില്ല, എന്റെ ദൈവം തോക്കുകയില്ല. എല്ലാ കാലത്തും തന്റെ ജനത്തെ പുലർത്താൻ ദൈവത്തിന് കഴിയും എന്ന് വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞുകൊള്ളൂ, അനുഭവിച്ചുകൊള്ളൂ. ഒരു വഴിയും നിങ്ങൾ കാണുന്നില്ലെങ്കിലും, ദൈവപ്രവർത്തിയുടെ ഒരു ലക്ഷണവും നിങ്ങൾ കാണുന്നില്ലെങ്കിലും, വാക്ക് വിശ്വസിച്ച് ധൈര്യമായി നിന്ന് വിളിച്ചു പറയൂ, അത് സംഭവിക്കാൻ പോകുന്നു. എലിയ പ്രവാചകന്റെ ഭാഷയിൽ പറയാൻ, എനിക്കിന്ന് രാത്രി നിയോഗമുള്ളത് വലിയ പെരുമഴ വരുന്നു എന്ന് പ്രവാചകൻ വിളിച്ചു പറയുന്നു. ഒരു വകയും കാണാനില്ലാത്തപ്പോ അടയാളം നോക്കാൻ പ്രവാചകൻ തന്റെ ദാസനെ പറഞ്ഞു വിടുന്നു. അവൻ പോയി നോക്കിയിട്ട് വന്ന് പറയുന്നു, ഒരടയാളമില്ല. രണ്ടാം പ്രാവശ്യം നോക്കിയിട്ട് പറയുന്നു, ഒരടയാളമില്ല. ആറാം പ്രാവശ്യം നോക്കിയിട്ട് വന്നിട്ട് അവൻ പറയുന്നു, ഒരടയാളവുമില്ല. ഏഴാം പ്രാവശ്യം അവൻ പറയുന്നു, കൈപ്പത്തി പോലെ ഒരു ചെറിയ മേഘം പൊങ്ങി വരുന്നുണ്ട്. സ്തോത്രം. അപ്പൊ പറയാണ്, ഓടിച്ചെന്ന് ആഹാബിനോട് പറ, വേഗം പൊയ്ക്കോളാൻ പറ, വേഗം പൊയ്ക്കോളാൻ പറ. നീ അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് ഭയങ്കര മഴ പെയ്യും. ദൈവം വാക്ക് പറഞ്ഞതാണ്, ദൈവം അത് പാലിക്കും. ദൈവത്തിന് വഴി എവിടെ നിങ്ങൾ ചോദിക്കണ്ട, അവന് വഴി എവിടെയുമുണ്ട്. ഇല്ലാത്ത വഴി ഉണ്ടാക്കുവാൻ അധികാരമുള്ളവനാണ് അവൻ. ദൈവത്തെ സേവിക്കാൻ ജയിക്കാൻ തയ്യാറാണോ? എന്ത് വേണം? ലോകം തരുന്ന വിഗ്രഹാർപ്പിതം വേണോ? അത് വാങ്ങിച്ച് നിനക്ക് മുടിയണോ? അതോ മറഞ്ഞിരിക്കുന്ന മല്ല കണ്ടിട്ട് തിന്നിട്ട് നിനക്ക് കാണാൻ പറ്റില്ല, ഒളിച്ചിരിക്കുന്നു, പക്ഷെ അതിന്റെ സമയത്ത് അതിന്റെ പോഷണം വെളിപ്പെടും എന്ന് വിശ്വസിച്ച് വാക്ക് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൽ ജീവിക്കാൻ തയ്യാറാകുമോ? What do you want? What do you want? കാഴ്ചയിൽ ജീവിക്കണോ, വിശ്വാസത്തിൽ ജീവിക്കണോ? വരുന്ന ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ച്, വരുന്ന അവസരങ്ങൾക്കനുസരിച്ച് ജീവിക്കണമോ, അതോ ദൈവത്തിന്റെ കൃത്യ വാഗ്ദത്തത്തിൽ ജീവിക്കണോ? ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അവസരങ്ങൾ വന്നു വീഴും. ദൈവത്തിന്റെ വഴിയെന്നൊരു പക്ഷേ തോന്നിപ്പോവും. പക്ഷേ വരുന്ന അവസരങ്ങളെല്ലാം ദൈവത്തിന്റെ വഴിയല്ല. ഈ പുസ്തകത്തിന് വിപരീതമായി വരുന്ന ഒറ്റ അവസരങ്ങളും ദൈവത്തിന്റെ വഴിയല്ല, ദൈവത്തിൽ നിന്നുണ്ടാകുന്നതല്ല. ഏത് അവസരം വന്നാലും ഈ പുസ്തകം സമ്മതിക്കുന്നത് മാത്രമേ ദൈവത്തിങ്കിൽ നിന്നാവൂ. ഇതിന് വിപരീതമായ ഒരു സാധനത്തിൽ തൊട്ടുപോകരുത്, ഒരവസരത്തെ എടുത്തു പോകരുത്. ഒരു പക്ഷെ വേറെ ശബ്ദമൊന്നും കേൾക്കാത്ത സമയങ്ങളുണ്ടാവും, പക്ഷെ ഇതിന്റെ ശബ്ദം എല്ലാ കാലത്തും ഉണ്ട്. ഇത് പറയുന്നതിന്റെ പുറത്ത് വേറെ പ്രവാചക വാക്യത്തിന്റെ ആവശ്യമില്ല. ഇത് യെസ് പറഞ്ഞാൽ യെസ് ആണ്. ഒരു പ്രവാചകന് അതിന്റെ പുറത്ത് അപ്രൂവൽ പറയേണ്ട കാര്യമില്ല. ഇത് നോ എന്ന് പറഞ്ഞാൽ അത് നോ ആണ്. ഏത് പ്രവാചകൻ അതിന് യെസ് പറഞ്ഞാലും അതിനെ യെസ് ആക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ല. ഇത് ആകാശം മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ ജനം തീരുമാനിച്ച് പറയണം, ഇല്ല, ഞാൻ ഈ വചനപ്രകാരം മാത്രമേ പോവുകയുള്ളൂ, ലോകത്തിന്റെ പിന്നാലെ പോവില്ല, അവസരങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ പോകില്ല, കൃത്യമായ അരുളപ്പാടിൻ പ്രകാരം ജീവിക്കും എന്ന് പറയുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ആളുകൾ ചോദിക്കും, നിനക്ക് സാഹചര്യം എവിടെ? ഒന്നും കാണാനില്ലല്ലോ. തുള്ളിച്ചാടി ആനന്ദപൂർവം
വിളിച്ചു പറയൂ, എനിക്ക് മറഞ്ഞിരിക്കുന്ന മന്നയുണ്ട്, നിങ്ങൾ കാണാത്ത മന്നയുണ്ട്. എന്നെ പോഷിപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും, എന്നെ നടത്താൻ എന്റെ ദൈവത്തിന് കഴിയും. വിശ്വാസത്തോടെ ദൈവത്തിന്റെ ജനം വിളിച്ചു പറയട്ടെ. കാണണ്ട കണ്ണ് വിശ്വാസത്താൽ. കാരണം ഈ പുസ്തകം പറഞ്ഞിരിക്കുന്നു, ഇത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ നിവർത്തിക്കാൻ ദൈവം അതിന്റെ പുറകെ പോകുമെന്നാണ് യിരെമ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം പറഞ്ഞിട്ടുണ്ടോ? അത് നിവർത്തിയാക്കുന്നു ഉറപ്പ് വരുത്താൻ ദൈവം അതിന്റെ പുറകെ പോകും. അതാണ് ദൈവത്തിന്റെ സ്വഭാവം. കാരണം അവൻ പറഞ്ഞു, അത് സംഭവിക്കും. ചാടിക്കയറി പറഞ്ഞല്ല, അവൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, അവന്റെ സർവജ്ഞാനത്തിൽ നിന്ന് പറഞ്ഞതാണ്. അത് നിവർത്തിക്കാനുള്ള കഴിവ് അവന് ഉണ്ട്. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇത് പറഞ്ഞത് മുഴുവൻ നിവൃത്തിയാകും, ഒറ്റ വാക്ക് മാറില്ല. ആമേൻ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. മറ്റേത് താൽക്കാലിക ഭോജനം, അത് നാശത്തിന് കാരണമാവും. ഇത് നിത്യഭോജനം, ആത്മീക ഭോജനം, സ്വർഗീയ ഭോജനം. അതാ സമയത്തെ ദൈവത്തിന്റെ പ്രൊവിഷൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ മന്ന തരുമെന്നല്ല അതിന്റെ അർത്ഥം. മറഞ്ഞിരിക്കുന്ന വഴി ദൈവത്തിന് ഉണ്ട് എന്ന് അതിനർത്ഥം. ബാക്കി കൂടെ വായിച്ചോളൂ. മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ഒരു പുതിയ പേരും കൊടുക്കുന്നു. ഒരു വെള്ളക്കല്ലും കൊടുക്കും, അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു പുതിയ പേരും കൊടുക്കും. അന്നത്തെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ, ഒരു സമയത്ത് ചില പ്രത്യേക ചടങ്ങുകൾ നടക്കുമ്പോ വളരെ സ്പെഷ്യൽ ഗസ്റ്റിന് അങ്ങനെ ഒരു വെള്ളക്കല്ലും കൊടുക്കുമായിരുന്നു, അതിനകത്തൊരു മെസ്സേജ് എഴുതി കൊടുക്കുമായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, ചിലരെ ആദരിക്കാനേ ചില പ്രത്യേക എന്താണ് അതിന് പറഞ്ഞത്, മെമൻറ്റോസ് ഒക്കെ കൊടുക്കുമല്ലോ ഇല്ലേ? ചില പത്രങ്ങളൊക്കെ എഴുതി, ചില നല്ല പോലെ ഓരോരോ മെറ്റലിലായിരിക്കാം, ചിലപ്പോൾ ബ്രാസിലായിരിക്കാം, ഇല്ല വലിയ കാശാണെങ്കിൽ സ്വർണത്തിലായിരിക്കാം, എഴുതി അവർക്ക് ചില ഓർമ്മക്കുറിപ്പുകൾ എഴുതി കൊടുക്കുന്നില്ലേ? എന്നതുപോലെ അന്നത്തെ ഒരു ചടങ്ങായിരുന്നു ഒരു വെള്ളക്കല്ലും അതിലെഴുതിയ ഒരു സ്പെഷ്യൽ മെസ്സേജും. മെസ്സേജ് ദൈവത്തിങ്കിൽ നിന്ന് വരുന്നതാണ്. അപ്രൂവലിന്റെ ഒരു മെസ്സേജാണ്, അപ്രീസിയേഷന്റെ ഒരു മെസ്സേജാണ്. അതും ദൈവം കൊടുക്കുമെന്ന്. ആ കിട്ടുന്ന ആളുണ്ടല്ലോ, ആ കൂട്ടത്തിലെ ചീഫ് ഗസ്റ്റാണ്. ഒരു ദിവസം വരുന്നു ഭയങ്കര ജനത്തിന്റെ സമൂഹത്ത്, സ്തോത്രം സ്തോത്രം, കോടി കോടി ജനം ഇരിക്കുന്നിടത്ത് ജയിക്കുന്നവനെ പ്രത്യേകം ആദരിച്ച് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ദിവസം വരുന്നു. ആർക്ക്? ജയിക്കുന്നവന്, പരീക്ഷകളെ ജയിക്കുന്നവന്. സ്തോത്രം. ലോകം കയറി പിടിക്കാൻ വരുമ്പോ, ഇല്ല ലോകമേ നിന്റെ കൂടെ വരില്ല എന്ന് പറയുന്നവർക്ക് സ്തോത്രം. ഇതിനകത്തൊന്ന് മുങ്ങിക്കോ, ഒന്ന് മുങ്ങിക്കോ, ഇത്രയ്ക്കല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, ഇല്ല ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും ലോകമേ നിന്നിൽ ഞാൻ മുങ്ങില്ല എന്ന് വിളിച്ച് പറഞ്ഞ് അതിനെ ജയിക്കുന്നവർക്ക് ഭയങ്കര അംഗീകാരത്തിന്റെ ദിവസം വരും. ഇവിടെ മുങ്ങിയില്ലെങ്കിൽ ലോകം നിന്നെ മൂരാച്ചി എന്ന് വിളിച്ചേക്കാം, നിന്നെ ആക്ഷേപിച്ചേക്കാം. പക്ഷെ ഒരു ദിവസം വരുന്നു, കോടി കോടി ദൂതന്മാരുടെ മുൻപാകെ നിനക്കൊരു കല്ലും തന്ന് ആദരിക്കുന്ന ഒരു ദിവസം വരുന്നു. എന്തു വേണമെന്ന് തീരുമാനിക്കൂ. സ്തോത്രം. ഇന്ന് രാത്രി ധൈര്യമായി നിന്നുകൊണ്ട് പറയുമ്പോൾ, ഞാൻ ജയിക്കും. ലോകം എന്നെ ആഞ്ഞു പിടിച്ചാലും ഞാൻ ജയിക്കും. ലോകം പ്രവാചകരെ കൂട്ടുപിടിച്ച് എന്നെ പുറകോട്ട് വരിക്കാൻ ശ്രമിച്ചാലും ഞാൻ ജയിക്കും. ലിസൺ. ഒരുപക്ഷെ പിശാച് ചില പ്രവാചകരെ ഉപയോഗിച്ചേക്കാം. ഇന്നും നിങ്ങൾ പ്രവചനത്തിന് പുറകെ പോകുന്നവരാണെങ്കിൽ, പ്രവചനം തെറ്റല്ല കേട്ടോ, ഞാൻ പ്രവാചകരെ വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ പ്രവചനം കേൾക്കുന്ന ആളാണ്. പക്ഷേ കൃപയിൽ നിന്ന് തെറ്റിച്ചു കളയാൻ, നിങ്ങളുടെ മേൽ വെച്ച ദൈവത്തിന്റെ വിളിയിൽ നിന്ന് പിന്മാറ്റിക്കളയാൻ ചിലപ്പോൾ ചില പ്രവാചകരെയും ഉപയോഗിച്ചു എന്ന് വരാം. അവര് പൈസക്കിറങ്ങിയവരാണ്. തങ്ങളുടെ ഉപജീവനത്തിന് ഇറങ്ങിയവരാണ് അവർ. ആരെങ്കിലും അവരെ ഉപയോഗിച്ചു എന്ന് വരാം. അല്ല, പിശാച് തന്നെ ചിലപ്പോൾ അവരെ ഉപയോഗിച്ചു എന്ന് വരാം. കാണുന്ന പ്രവചനത്തിന്റെ പുറകെ എല്ലാം പോകരുത്. ഞാൻ എടുത്തു പറഞ്ഞു, ഞാൻ പ്രവചനത്തിനെതിരല്ല. എല്ലാ സഭയിലും പ്രവാചകർ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എങ്കിലും അതിനകത്ത് അപകടമുള്ള മണ്ഡലങ്ങളും ഉണ്ട്. ദൈവഹിതം തിരിച്ചറിയൂ, ദൈവത്തിന്റെ വചനം തിരിച്ചറിയൂ.
കർശന ഉപദേശത്തിൽ നിൽക്കൂ. വിട്ടുവീഴ്ചയില്ലാതെ വചനം പിൻപറ്റാൻ തയ്യാറാവൂ. ഒരു ഭാഷ ഇവിടെ പറയുന്നു, ഇളക്കപ്പെരുക്കത്തിന്റെ പിന്നാലെ പോകരുത്, കേവലം വികാരത്തിന്റെ പിന്നാലെ പോകരുത്, അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നു എന്ന് കണ്ട് ഇതിന്റെ എല്ലാം പിന്നാലെ പോകരുത്. പോകേണ്ടത് ദൈവവചനത്തിന്റെ പിന്നാലെയാണ്. അവിടെ സാക്ഷാൽ ഉണർവുണ്ടാവും. എല്ലാം കൂടെ ഒരു ഇളക്കമായിരിക്കില്ല, നിലനിൽക്കുന്ന ഉണർവുണ്ടാവും. പിശാച് പിടിച്ച് ഇടിക്കാൻ വന്നാൽ പിശാചിനെ തിരിച്ചു പിടിച്ചൊരു ഇടി കൊടുക്കുന്ന ആത്മശക്തിയുടെ വ്യാപാരം ഉണ്ടാവും. പിശാച് ലോകം ഇളക്കിക്കൊണ്ട് വന്നാൽ ആ ഇളകിപ്പോകുന്ന ലോകത്തെ നിക്കവിടെ നിന്ന് പിടിച്ചു നിർത്താൻ ആത്മാധികാരമുള്ള ശക്തിയുടെ വ്യാപാരം ഉണ്ടാവും. പരിശുദ്ധാത്മാ